Hi Vocals. Hello, good evening. Hope you are doing well. അല്ലേ എല്ലാവർക്കും നല്ല സുഖമായിട്ട് ഇരിക്കുന്നില്ലടാ? എല്ലാവർക്കും സുഖമല്ലേ? എന്താണ് അവസ്ഥ? ഓക്കെ യെസ്. പക്ഷെ മിസ്സിന് അത്ര സുഖമില്ല കേട്ടോ. മാമിന് അത്ര സുഖമില്ല. മാമിന് ചെറുതായിട്ട് ഫീവറും കഫും എല്ലാം ഉണ്ട്. പക്ഷെ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നിങ്ങളെ കാണാൻ വേണ്ടിയിട്ടാണ്. കാരണം നിങ്ങൾക്ക് എന്തായിട്ടുണ്ട്, ക്രിസ്മസ് എക്സാം ആവാനായിട്ടുണ്ട് അല്ലേ? അപ്പോൾ ചിലപ്പോൾ നിങ്ങളുടെ കൂട്ടത്തിൽ പല ആളുകളും ഉണ്ടാവും ഈ ഒരു എക്സാം ഒക്കെ ആവാനായിട്ട് ഈ ഒരു ചാപ്റ്റേഴ്സിനെ പറ്റിയിട്ടൊന്നും ഒരു ഐഡിയയും കിട്ടാത്ത കുറെ ആളുകൾ അല്ലേ? ഇപ്പൊ Unit 3 നമുക്ക് 4 ചാപ്റ്റേഴ്സ് പഠിക്കാനുണ്ട്. പക്ഷെ ആ ചാപ്റ്റേഴ്സിനെ പറ്റിയിട്ടൊന്നും ഒരു ഐഡിയ ഇല്ലാത്ത കുറെ ആളുകൾ ഉണ്ടാവും. ഞാനൊക്കെ ഇതിൽ പഠിക്കുന്ന സമയത്ത് ചിലപ്പോൾ അങ്ങനെ തന്നെ ആയിരിക്കും. കാരണം എന്താ, നമ്മൾ ചിലപ്പോൾ എന്ത് ചെയ്യും, ക്ലാസ് കേൾക്കുമ്പോൾ ചിലപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ക്ലാസ് അല്ലേ ചിലപ്പോൾ നമ്മളത് സ്കിപ്പ് ചെയ്യും, അല്ല എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നമ്മൾ കേൾക്കില്ല, അങ്ങനെ പല കാര്യങ്ങളുണ്ടാവും. അപ്പൊ എക്സാമിന്റെ സമയത്തായിരിക്കും ചിലപ്പോൾ നിങ്ങൾ അലേർട്ട് ആവുക അല്ലേ? അപ്പൊ അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യാറിയോ, നിങ്ങളുടെ ആ കൂടെയുള്ള ഫ്രണ്ട്സിനൊക്കെ എല്ലാ ആളുകൾക്കും നിങ്ങൾ ഈ ലിങ്ക് ഒന്ന് അയച്ചു കൊടുക്കുക കേട്ടോ. എന്നിട്ട് എല്ലാ ആളുകളെയും കൊണ്ട് ഇങ്ങോട്ട് വാ. ഓക്കെ, സോ മാക്സിമം നിങ്ങൾ ഈ ലിങ്ക് പെട്ടെന്ന് തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ നിങ്ങളൊന്ന് ഷെയർ ചെയ്യും കേട്ടോ. ഓക്കെ, യെസ്. കുറെ ആളുകളും ഹായ് ഹലോ എന്നൊക്കെ പറയുന്നുണ്ട്. ഹെടാ ഹലോ, യെസ് യെസ് യെസ്. ഓക്കെ, സോ സെറ്റ് അല്ലടാ. ഓക്കെ, സോ ഇന്ന് നമ്മൾ എന്തൊക്കെയാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നതെന്ന് അറിയും. അപ്പോൾ ഇന്നത്തെ ലൈവിന്റെ അവസാനം നമ്മൾ ക്വസ്റ്റ്യൻ ഓഫ് ദ ഡേ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് തരും. സോ ആ ക്വസ്റ്റ്യന്റെ ആൻസർ നിങ്ങൾ എന്ത് ചെയ്യണം, നമ്മുടെ ലൈവിന്റെ അവസാനം നിങ്ങൾ കമന്റ് ബോക്സിൽ നിങ്ങൾ കമന്റ് ചെയ്യണം. ആൻഡ് നിങ്ങളുടെ ആൻസർ മാത്രം പോരാ, നിങ്ങൾ എന്തും കൂടി ചെയ്യണം. ഇന്നത്തെ ഈ ലൈവ് അല്ലേ നിങ്ങൾക്ക് എത്രത്തോളം യൂസ്ഫുൾ ആയിട്ടുണ്ട്, ക്ലാസ്സിനെ പറ്റിയിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ട് നല്ല അടിപൊളി ആയിട്ടുള്ള കമന്റ് നിങ്ങൾ എഴുതിയാൽ നിങ്ങളിൽ നിന്ന് ഞങ്ങൾ സെലക്ട് ചെയ്യുന്ന ആളുകൾക്ക് എന്തുണ്ടാവും, നല്ല ഗിഫ്റ്റ് വൗച്ചർ ആണ് നിങ്ങളെ കാത്തിരിക്കുന്നത് എന്നുള്ള. ഓക്കെ, അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണടാ, നമ്മുടെ ലൈവിന്റെ ലാസ്റ്റ് വരെ മാമിന്റെ കൂടെ തന്നെ നിങ്ങൾ വേണം എന്നുള്ള. ഓക്കെ, യെസ്. സോ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്, ഓക്കെ, സോ ടുഡേ വി ആർ ഗോയിങ് ടു ഡീൽ ദ ക്വിക്ക് സമ്മറി, then after that we will discuss the character sketch, and then we will learn about the letter writing. Okay, how to write a letter, and നമ്മൾ എന്താ പഠിക്കുക, പേഴ്സണൽ ലെറ്റർ എങ്ങനെയാണ് എഴുതുക എന്നുള്ളത് നമ്മൾ ഇന്ന് പഠിക്കും. then അതേപോലെ തന്നെ പോയത്തിന്റെ അപ്രിസിയേഷൻ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യും. then ഫിഗേഴ്സ് ഓഫ് സ്പീച്ച് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യും. ഓക്കെ, അപ്പോൾ നമുക്ക് 4 ചാപ്റ്റേഴ്സ് ഉണ്ട്, 2 പ്രോസ് ആണ് അല്ലെ, 2 കഥകൾ നമുക്ക് പഠിക്കാനുണ്ട്. ആൻഡ് ആഫ്റ്റർ ദാറ്റ് നമുക്ക് 2 പോം പഠിക്കാനുണ്ട് അല്ലെ, 2 കവിതകൾ നമുക്ക് പഠിക്കാനുണ്ട്. അപ്പോൾ കഴിഞ്ഞ ലൈവിൽ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, ഓരോ ചാപ്റ്റേഴ്സും വളരെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പഠിച്ചു കഴിഞ്ഞിട്ടുണ്ട് അല്ലെ. ലൈൻ ബൈ ലൈൻ ആണ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ളത്. സോ ഇനിയും ആ ഒരു ചാപ്റ്റേഴ്സിനെ പറ്റിയിട്ട് വല്ല ഐഡിയ കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, ഫ്രീ ടൈമിൽ പോയിട്ട് ആ ഒരു ചാപ്റ്റേഴ്സ് ഒക്കെ നിങ്ങളൊന്ന് റെഫർ ചെയ്യണം കേട്ടോ. ആ ലൈവ് ഒക്കെ നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് റെഫർ ചെയ്യുക എന്നുള്ള. ഓക്കെ, അപ്പൊ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ജസ്റ്റ് സ്പീഡ് ആയിട്ട് എല്ലാ ചാപ്റ്റേഴ്സിനെ പറ്റിയിട്ടും ഇന്നത്തെ ഈ ലൈവോട് കൂടിയിട്ട് നിങ്ങൾക്ക് നല്ല ഒരു ധാരണ കിട്ടും എന്നുള്ള. ആൻഡ് ഫർദർ ആയിട്ട് നമ്മൾ ക്വസ്റ്റ്യൻസ് ഒക്കെ എന്ത് ചെയ്യും, കമ്മിങ് ലൈവുകളിൽ നമ്മൾ എന്തായാലും ഡിസ്കസ് ചെയ്യും. ഓക്കെ, അപ്പൊ പെട്ടെന്നുള്ള സമ്മറി ആയിരിക്കും ചിലപ്പോൾ പല ആളുകൾക്ക് ആവശ്യം അല്ലെ, ഈ ഒരു ചാപ്റ്ററിലൊക്കെ എന്തൊക്കെയാണ് പറയുന്നത്. അപ്പൊ സമ്മറി പഠിച്ചാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, കുറച്ചുകൂടി ക്ലിയർ ആയിട്ട് മനസ്സിലാവും എന്നുള്ള അല്ലെ. ഞാനത് മാത്രമല്ല, ആ പോയിന്റ്സ് നിങ്ങളുടെ കയ്യിലുണ്ട് എന്നുണ്ടെങ്കിൽ ഈ ഒരു ചാപ്റ്ററുമായി ബന്ധപ്പെട്ട് എന്ത് ക്വസ്റ്റ്യൻ വന്നാലും നിങ്ങൾക്ക് അവിടെ ഒക്കെ എന്ത് ചെയ്യാൻ പറ്റും, അത് അപ്ലൈ ചെയ്യാനും കൂടി പറ്റും എന്നുള്ള. ഓക്കെ, സോ അങ്ങനെയാണെങ്കിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യലടാ. ഓക്കെ, അപ്പൊ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാണ് കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് ഈ നോട്ടും കാര്യങ്ങളൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, ഡെഫിനറ്റ്ലി നമ്മുടെ ലൈവിന്റെ താഴെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഉണ്ട്. സോ ആ ലിങ്കിൽ അല്ലെ, ആ ലിങ്കിൽ കയറിയിട്ട് നമ്മുടെ വാട്സപ്പ് കമ്മ്യൂണിറ്റി ഗ്രൂപ്പിൽ നിങ്ങൾ ജോയിൻ ചെയ്യുക എന്നുള്ള. ഓക്കെ അല്ലേ? സോ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ 3ാമത്തെ യൂണിറ്റ് ആയിട്ടുള്ള സീഡ്സ് ആൻഡ് വീഡ്സ് ആണ് അല്ലെ. സീഡ്സ് എന്ന് പറഞ്ഞാൽ എന്തായിരുന്നടാ, സീഡ്സ് എന്ന് പറഞ്ഞാൽ എന്താ, വിത്തുകളാണ് എന്നുള്ള അല്ലെ. ദെൻ ഡീഡ്സ് എന്ന് പറഞ്ഞാൽ എന്താ നോക്ക്, യെസ് യെസ്, ഇവിടെ എന്താണ്, സീഡ്സ് ആൻഡ് സീഡ്സ് ആൻഡ് വീഡ്സ് എന്നുള്ളതാണ് അല്ലെ. സീഡ്സ് ആൻഡ് വീഡ്സ് എന്നുള്ളതാണ് നമ്മുടെ ഈ ഒരു യൂണിറ്റിന്റെ പേര് എന്നുള്ള. അപ്പൊ വിത്തുകളും അതേപോലെ എന്താണ്, കളകളും എന്നുള്ള അല്ലെ. അപ്പൊ ഇവിടെ എന്ത് ചെയ്തിട്ടുണ്ട്, സീഡ്സ് ആൻഡ് ഡീഡ്സ് എന്ന് വന്നിട്ടുണ്ട്. ഓക്കെ, സോ ഇവിടെ എന്താണ്, യെസ്. ഓക്കെ, അപ്പൊ ഈ ഒരു യൂണിറ്റിൽ അല്ലെ, ഈ ഒരു യൂണിറ്റിൽ ഇപ്പൊ സീഡ്സ് ആൻഡ് ഡീഡ്സ് എന്ന് പറഞ്ഞിട്ടുള്ള അഥവാ എന്താണ്, വിത്തുകളും ദെൻ അതേപോലെ തന്നെ നമ്മുടെ പ്രവൃത്തികളും എന്നുള്ള ഈ ഒരു യൂണിറ്റിൽ നമുക്ക് എത്ര ചാപ്റ്റേഴ്സ് ആണ് പഠിക്കാനുള്ളത്, നമുക്ക് 4 ചാപ്റ്റേഴ്സ് നമുക്ക് പഠിക്കാനുണ്ട് അല്ലെ. 4 ചാപ്റ്റേഴ്സ് നമുക്ക് പഠിക്കാനുണ്ട് എന്നുള്ള. ഏതൊക്കെ ചാപ്റ്റേഴ്സ് ആണ് നമുക്ക് പഠിക്കാനുള്ളത് ശരിക്കും, ദ ലൈറ്റ് ഓൺ ദ ഹിൽസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്രോസ് നമുക്ക് പഠിക്കാനുണ്ട്. ആരാണ് എഴുതിയിട്ടുണ്ടായിരുന്നത്, ലൂസി ക്ലിഫോർഡ് ആണ് എഴുതിയിട്ടുള്ളത് അല്ലെ. ദെൻ അതേപോലെ തന്നെ റോസ പാർക്സ്
സാറ്റ് സ്റ്റീൽ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്രോസസ് നമുക്ക് പഠിക്കാനുണ്ട്. അതിൽ നല്ല അടിപൊളിയായിട്ട് ആരെ പറ്റിയിട്ടാണ് ഡിസ്കസ് ചെയ്യുന്നത്? നമ്മുടെ റോസാ പാർക്സിനെ പറ്റിയിട്ടാണ് ഡിസ്കസ് ചെയ്യുന്നത് അല്ലെ. അപ്പൊ നമുക്ക് എന്ത് ചെയ്യണം? ആളുടെ ക്യാരക്ടർ സ്കെച്ച് ഒക്കെ നമുക്ക് പഠിക്കണം കേട്ടോ. ദെൻ അതേപോലെ തന്നെ നമുക്ക് പോം ഡിസ്കസ് ചെയ്യാനുണ്ട്, ദ സോവർ എന്ന് പറഞ്ഞിട്ടുള്ള പോം. അതേപോലെ തന്നെ ദ വില്ലേജ് ബ്ലാക്സ്മിത്ത് എന്ന് പറഞ്ഞിട്ടുള്ള മറ്റൊരു പോയിന്റ് അല്ലെ. അപ്പൊ ഇതിന്റെ രണ്ടിനെയും അപ്രിസിയേഷൻ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യും. ഓക്കെ, സോ ഈ ഒരു യൂണിറ്റിൽ മൊത്തത്തിൽ എന്തിനെ പറ്റിയിട്ടാണ് പറയുന്നത്? ലാബിനെ പറ്റിയിട്ടാണ്. ഓക്കെ, സോ ലാബ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ ഓരോ കിട്ടേ ഓക്കെ, കുറച്ച് ചെറിയ ഒരു പ്രശ്നം പറ്റിപ്പോയതാട്ടോ. ജസ്റ്റ് നമ്മൾ സിസ്റ്റം ഒന്ന് ഓഫായി പോയതാണ്. അപ്പൊ ഞാൻ എന്തൊക്കെയോ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞാൻ പറഞ്ഞിട്ടുള്ള പല കാര്യങ്ങളും മിസ്സായി പോയല്ലേ. ഓക്കെ, സോ കുഴപ്പമില്ല. അപ്പൊ നമ്മൾ ഈ യൂണിറ്റിൽ പറയുന്ന കാര്യം എന്തിനെ പറ്റിയിട്ടാണ്? ലാബിനെ പറ്റിയിട്ടാണ് ഈ ഒരു യൂണിറ്റിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് എന്നുള്ളതാണ്. ഓക്കെ, സോ ഈ ഒരു യൂണിറ്റിൽ നമുക്ക് 4 ചാപ്റ്റേഴ്സ് ഉണ്ടായിരുന്നു അല്ലെ. 4 ചാപ്റ്റേഴ്സ് ഉണ്ടായിരുന്നു. സോ ഓരോ ചാപ്റ്ററിലും ഡിഫറെന്റ് ആയിട്ടുള്ള ലാബിനെ പറ്റിയിട്ടാണ് പറയുന്നത്. ആദ്യത്തെ ചാപ്റ്റർ ആയിട്ടുള്ള ലൈറ്റ് ഓൺ ദ ഹിൽസിൽ എന്തിനെ പറ്റിയിട്ടാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്? ഒരു പെയിന്റർ ആയിട്ടുള്ള ബോയിനെ പറ്റിയിട്ടാണ് എന്നുള്ളത് അല്ലെ. ദെൻ രണ്ടാമത്തെ ചാപ്റ്റർ എന്തിനെ പറ്റിയിട്ടാണ്? റോസാ പാർക്സ് ആണ്. സോ റോസാ പാർക്സ് എന്താണ്? ഒരു തയ്യൽക്കാരിയായിരുന്നു അല്ലെ. ദെൻ അതേപോലെ തന്നെ മൂന്നാമത്തെ ചാപ്റ്ററിൽ നമ്മൾ ദ സോവർ എന്ന് പറയുമ്പോൾ എന്താണ്? വിത്ത് പാകുന്ന ആളല്ലേ. അപ്പൊ അതെന്താണ്? ഫാമിങ്ങുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആളെ പറ്റിയിട്ടാണ് നമ്മൾ അവിടെ പറയുന്നത്. ദെൻ നാലാമത്തേല് ദ വില്ലേജ് ബ്ലാക്സ്മിത്തിൽ നമ്മൾ ആരെ പറ്റിയിട്ടാണ് പറയുന്നത്? ബ്ലാക്ക് സ്മിത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? കൊല്ലപ്പണിക്കാരനാണ് അല്ലെ. അപ്പോൾ 4 ടൈപ്പ് ഓഫ് ലാബിനെ പറ്റിയിട്ടാണ് നമ്മൾ പറയുന്നത് എന്നുള്ളതാണ്. ആൻഡ് ഇവിടെ നോക്ക്, ഹൗ ലാബ് മേക്സ് ലൈഫ് മീനിങ് ആൻഡ് സക്സസ്ഫുൾ. നമ്മുടെയൊക്കെ ജീവിതം അർത്ഥവത്താക്കുന്നത് ആൻഡ് വിജയകരമാക്കുന്നത് നമ്മുടെയൊക്കെ ലാബ് നന്നാവുമ്പോഴാണ് എന്നുള്ള അല്ലെ. നമ്മൾ മാക്സിമം എന്ത് ചെയ്യണം? ഡെഡിക്കേറ്റഡ് ആയിട്ട് സിൻസിയർ ആയിട്ട് തന്നെ നമ്മൾ വർക്ക് ചെയ്യുക എന്നുള്ളതൊക്കെയാണ്. ഓക്കെ, അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇനി നമ്മൾ നമ്മുടെ ആ 4 ചാപ്റ്റേഴ്സും പഠിക്കാൻ പോവാണ്. ഓക്കെ, സോ ആർ യു റെഡി അല്ലേ? റെഡി അല്ലേടാ? റെഡി അല്ലേ? നമ്മൾ ആ 4 ചാപ്റ്റേഴ്സിലേക്കും പോവാണ്. ഓക്കെ, സോ കുറെ ആളുകളൊക്കെ ചോദിച്ചിട്ടുണ്ട് ല്ലേ, എന്താണ് സീറ്റ്സ് ആൻഡ് ഡീറ്റ്സ് അല്ലേ മിസ്സേ എന്നൊക്കെ പറയുന്നുണ്ട് അല്ലെ. എടാ നമുക്ക് 8th 9th 10th +1 +2 എല്ലാം എടുക്കുന്നത് മാമനാണ് ഇംഗ്ലീഷ്. ഓക്കെ, അപ്പൊ എല്ലാ ക്ലാസ്സിലും ഇങ്ങനെ കയറി ഇറങ്ങുമ്പോൾ എന്താണ്? ഒരേപോലെയുള്ള യൂണിറ്റിന്റെ പേര് എല്ലാ സ്ഥലത്തും ഉണ്ട് കേട്ടോ. നമുക്ക് എന്താണ് വേർഡ്സ് ആൻഡ് ഡീഡ്സ് എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് +1 പഠിക്കാനുണ്ട്. അപ്പൊ ഇങ്ങനെ കുറെ ചാപ്റ്റേഴ്സ് ഇങ്ങനെ വരുന്നതിനോടാണ്. ഓക്കെ സെറ്റ് അല്ലേ. സോ നമ്മൾ ഇനി നേരെ ചാപ്റ്ററിലേക്ക് പോകണടാ. ദ ലൈറ്റ് ഓൺ ദ ഹിൽസ്. ഓക്കെ, അപ്പൊ അതെന്താണ്? ഒരു പ്രോസ് ആണ്. ആരാണ് എഴുതിയിട്ടുണ്ടായിരുന്നത്? ലൂസി ക്ലിഫോർഡ് ആണ് എഴുതിയിട്ടുള്ളത് അല്ലെ. അപ്പൊ ഇതിൽ എന്തിനെ പറ്റിയിട്ടാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നടാ? നോക്ക്, ഇറ്റ്സ് എ സ്റ്റോറി അബൌട്ട് എ ബോയ് ഹു വാണ്ടഡ് ടു പെയിന്റ് എ ബ്യൂട്ടിഫുൾ പിക്ചർ. വളരെ മനോഹരമായിട്ടുള്ള ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പിക്ചർ വരയ്ക്കാൻ ആഗ്രഹം ഉണ്ടായിരുന്ന ഒരു ബോയിനെ പറ്റിയിട്ടാണ് ഈ സ്റ്റോറിയിൽ പറയുന്നത്. ഓക്കെ, എന്നിട്ട് ആ സ്റ്റോറിയിൽ എന്താ സംഭവിക്കുന്നത് എന്നുള്ള എന്താ നമ്മൾ കണ്ടെത്തേണ്ടത്? ഫൈൻഡ് ഔട്ട് വാട്ട് ഇൻസ്പയർഡ് ഹിം ഇൻ ഹിസ് ജേർണി. നല്ല രീതിയിലുള്ള ഒരു അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു പിക്ചർ ആ ബോയ് വരച്ചിട്ടുണ്ട്. സോ ആ ഒരു യാത്രയിലേക്ക് അവനെ ഇൻസ്പയർ ചെയ്തിട്ടുള്ള കുറച്ച് കാര്യമുണ്ട്. അപ്പൊ അത് എന്താണ് എന്നുള്ളതാണ് നമ്മൾ ഈ ഒരു സ്റ്റോറിയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എന്നുള്ള. ഓക്കെ, സോ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നതടാ യെസ് ക്വിക്ക് സമ്മറിയാണ്. ഓക്കെ, ഈ ഒരു ചാപ്റ്ററിന്റെ ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള രീതിയിലുള്ള ഒരു സമ്മറിയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ അല്ലേ? നോക്ക് കേട്ടോ. അപ്പൊ ഈ ഒരു ചാപ്റ്റർ ചിലപ്പോൾ നിങ്ങൾ വായിച്ചിട്ട് ചിലപ്പോൾ ഭയങ്കര ടഫൊക്കെ ആയിട്ടുണ്ടാവും. ഇതൊക്കെ എന്താ എന്നുള്ളല്ലേ, കുറെ പേജ് ഉണ്ടല്ലോ എന്നൊക്കെ നിങ്ങൾക്ക് തോന്നും. പക്ഷെ നമ്മൾ അതിനെ എളുപ്പത്തിൽ പഠിക്കാൻ പോവാണ്. ഓക്കെ, യെസ്. ഓക്കെ, യാ. സോ നോക്കട്ടോ, ദ ലിറ്റിൽ ബോയ് in the story wanted to draw a picture. ഈ ഒരു സ്റ്റോറിയിലുള്ള നമ്മുടെ ലിറ്റിൽ ബോയിന് എന്തായിരുന്നു ആഗ്രഹം? ടു ഡ്രോ എ ബ്യൂട്ടിഫുൾ പിക്ചർ അല്ലെ. നല്ല രസമുള്ള ഒരു പിക്ചർ വരക്കാനായിരുന്നു കുട്ടിയുടെ ആഗ്രഹം. ഓക്കെ, സോ നോക്ക്, ഇറ്റ് ലാക്ക്ഡ് കറേജ് ആൻഡ് കോൺഫിഡൻസ്. പക്ഷേ അവൻ എന്തിന്റെ പ്രശ്നം ഉണ്ടായിരുന്നു എന്നടാ? ലാക്ക് ഓഫ് കറേജ് എന്ന് പറഞ്ഞാൽ എന്താണ്? ആ കുട്ടിക്ക് വേണ്ടത്ര ധൈര്യമില്ലായിരുന്നു എന്നുള്ള. ആൻഡ് അതേപോലെ തന്നെ കോൺഫിഡൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ആത്മവിശ്വാസമാണ് അല്ലെ. അപ്പൊ ആ കുട്ടിക്ക് വേണ്ടത്ര അതിനുള്ള ആത്മവിശ്വാസവും ദെൻ കറേജും ഒന്നും എന്നുള്ള. ആൻഡ് വാസ് അൺകംഫർട്ടബിൾ ഡ്രോയിങ് അല്ലെ. അങ്ങനെ വരക്കാനൊന്നും അത്ര കംഫർട്ടബിൾ ആയിരുന്നില്ല. ഹി വാസ് ടെറിഫൈഡ് when he thought of how society would react to his imperfect work. അപ്പൊ അവന്റെ പേടി എന്തായിരുന്നടാ? അവൻ എന്തിനാണ് ശരിക്കും ടെറിഫൈ ചെയ്തിട്ടുള്ളത് എന്നുള്ള അല്ലെ. എന്തായിരുന്നു അവന്റെ പേടി എന്നറിയോ? അവന്റെ പിക്ചർ വരക്കുന്ന സമയത്ത് അത് ഇംപെർഫെക്റ്റ് ആണെന്ന് വിചാരിച്ചു. അത്ര വലിയ രസമൊന്നുമില്ല. അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ സൊസൈറ്റി, സമൂഹം, ഓക്കെ, സൊസൈറ്റി, ആ വാക്കൊന്നും നമ്മൾ മറക്കരുത് കേട്ടോ. നമ്മൾ 8th എത്തിയിട്ടുണ്ട്. സോ നോക്ക്, അപ്പൊ സൊസൈറ്റി എന്താണ് അവനെ പറ്റി വിചാരിക്കുക? അവന്റെ പിക്ചർ മോശമായാലും എന്തായിരിക്കും അവർ റിയാക്ട് ചെയ്യുക എന്നുള്ളതിനെ പറ്റിയിട്ട് അവന് ഭയങ്കര ടെറിഫൈഡ് ആയിരുന്നു, പേടിയുണ്ടായിരുന്നു അല്ലെ. However, he had a sister. പക്ഷെ എന്നിരുന്നാലും അവൻ ആരുണ്ട്? അവനൊരു സിസ്റ്റർ ഉണ്ട്. അപ്പൊ ആ സിസ്റ്റർ എന്താ ചെയ്തല്ലേ? ആ സിസ്റ്റർ എന്താ ചെയ്ത? ഷി എൻകറേജസ് ഹിം ആൻഡ് ബിൽഡ്സ് കോൺഫിഡൻസ്. അവരെന്ത് ചെയ്തിട്ടുണ്ട്? അവനെ എൻകറേജ് ചെയ്തു, പ്രോത്സാഹിപ്പിച്ചു എന്നുള്ളതാണ് അല്ലെ. നീ വരക്ക്, നല്ല രീതിയിൽ വരക്ക് എന്നുള്ള രീതിയിൽ ആ ഒരു കോൺഫിഡൻസ് ഇവിടെ സിസ്റ്റർ കൊടുത്തു. ഓക്കെ അല്ലേ? സിസ്റ്റർ കൊടുത്തു. കാണുന്നില്ലടാ, റൈറ്റിംഗ്സ് കാണുന്നില്ലേ? ഓക്കെ, സോ എന്നിട്ട് എന്ത് ചെയ്തു? ബിക്കോസ്
നോക്കും and builds confidence എന്നിട്ട് ആത്മവിശ്വാസം ബിൽഡ് ചെയ്തു എന്നത് മാത്രമല്ല her brother can't paint അല്ലേ കാരണം എന്തായിരുന്നു എന്തിനാണ് ആ കറേജും കോൺഫിഡൻസും കൊടുത്തിട്ടുള്ളത് അവന് വരക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല അല്ലേ അതുകൊണ്ട് ആ ആത്മവിശ്വാസവും ആ കറേജും ഒക്കെ സിസ്റ്റർ ആണ് കൊടുത്തേ എന്നുള്ള അല്ലേ with her sister's encouragement തന്റെ സിസ്റ്ററുടെ ആ ഒരു പ്രോത്സാഹനത്തിൽ എന്തായി the boy began to draw boy വരക്കാൻ തുടങ്ങി എന്നുള്ള അല്ലേ എന്നത് മാത്രമല്ല എന്നിട്ട് പിന്നെന്താ സംഭവിച്ചത് however അല്ലേ എന്തൊക്കെ ആയാലും എന്താ സംഭവിച്ചത് a tragedy soon struck the family പെട്ടെന്ന് എന്ത് ചെയ്തു ഒരു വലിയൊരു ദുരന്തം അവരുടെ ഫാമിലിക്ക് സംഭവിച്ചു എന്നുള്ള അല്ലേ ഒരു ട്രാജഡി സംഭവിച്ചു അവരുടെ കുടുംബത്തിൽ എന്താണ് ആ ട്രാജഡി and the boy's sister died അവന്റെ പെങ്ങള് അല്ലേ അവന്റെ സിസ്റ്റർ എന്തായി മരിച്ചുപോയി died ആയി എന്നുള്ളതാണ് ഓക്കെ എന്നിട്ട് എന്തായി സംഭവിച്ചേ well the boy was deeply saddened പക്ഷെ ആ ബോയ് എന്താണ് ആ സമയത്ത് അല്ലേ പെങ്ങള് മരിച്ചിട്ടുണ്ട് died ആയി അതുകൊണ്ട് തന്നെ അവൻ ഭയങ്കര സാഡ് ആണ് ഭയങ്കര ദുഃഖമുണ്ട് by his sister's death പെങ്ങള് മരിച്ചതുകൊണ്ട് grief gave him the power to paint പക്ഷേ ആ ദുഃഖം അവന്റെ അഗാധമായിട്ടുള്ള അല്ലെ ആ ദുഃഖം പക്ഷെ അവൻ എന്താ കൊടുത്തത് that grief gave him a power ഒരു പ്രത്യേക തരത്തിലുള്ള ഒരു പവർ അവര് കൊടുത്തു എന്നുള്ള അല്ലെ ആ പവർ വരക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പവർ കൊടുത്തു എന്നിട്ട് എന്ത് ചെയ്തു which gained him recognition and made him a confident artist എന്നിട്ട് എന്ത് ചെയ്തു യെസ് ആ പവർ ജസ്റ്റ് ഒരു പവർ എന്നുള്ള മാത്രമല്ല നന്നായിട്ട് വരച്ചിട്ട് അതിന് അംഗീകാരം കൊടുക്കുന്ന രീതിയിൽ അല്ലെ റെക്കഗ്നിഷൻ കിട്ടുന്ന രീതിയിൽ അവന് വരക്കാൻ പറ്റി അത് മാത്രമല്ല മെയ്ഡ് ഹിം എ കോൺഫിഡന്റ് ആർട്ടിസ്റ്റ് നല്ല ആത്മവിശ്വാസമല്ല കോൺഫിഡന്റ് ഉള്ള ഒരു കലാകാരനാക്കി എന്നുള്ളതാണ് ഒരു അല്ലെ നല്ലൊരു ആർട്ടിസ്റ്റ് ആക്കി സോ ഹി റിയലൈസ്ഡ് ദാറ്റ് പെർഫെക്റ്റ് ലവ് and helped him to work and that his sister didn't live to see his success ഇവിടെ എന്താ പറഞ്ഞിട്ടുള്ളത് യെസ് അവൻ റിയലൈസ് ചെയ്തു അല്ലെ അവൻ തിരിച്ചറിഞ്ഞിട്ടുണ്ടായിരുന്നു എന്താ തിരിച്ചറിഞ്ഞത് തികഞ്ഞ സ്നേഹം പെർഫെക്റ്റ് ആയിട്ടുള്ള ലവ് and അതേപോലെ തന്നെ എന്താണ് അതാണ് ശരിക്കും ഇവനെ വരക്കാൻ വേണ്ടി പ്രേരിപ്പിച്ചല്ലേ ആ ഒരു സിസ്റ്ററിന്റെ ആ ഒരു സ്നേഹവും അതേപോലെ തന്നെ അവളോടുള്ള അവളുടെ ആ ഒരു എൻകറേജ്മെന്റ് ഒക്കെയാണ് ശരിക്കും ഇവനെ നല്ല രീതിയിൽ ഒരു പിക്ചർ വരപ്പിച്ചു എന്നുള്ള അപ്പൊ ഇവിടെ എന്ത് സംഭവിച്ചിട്ടുണ്ടായിരുന്നു സിസ്റ്റർ മരിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ ആ സിസ്റ്ററിനോടുള്ള അഗാധമായിട്ടുള്ള അല്ലെ ആ ഒരു വിഷമത്തിൽ അവളുടെ മരണത്തിലുള്ള ആ ഗ്രീഫിന്റെ റിസൾട്ട് ആയിട്ടാണ് അവന് ആ ഒരു പവർ കിട്ടിയിട്ടുള്ളത് അപ്പൊ ഇവിടെ നമുക്ക് എന്ത് കാണാൻ പറ്റുന്നുണ്ട് that cannot separate the bond of siblingsന്റെ അല്ലെ സഹോദരങ്ങൾ തമ്മിലുള്ള ആ ഒരു ബോണ്ട് സ്ട്രോങ് ബോണ്ട് ഡെത്തിന് പോലും മരണത്തിന് പോലും അത് സെപ്പറേറ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല എന്നുള്ള അല്ലെ അപ്പൊ അതാണ് ഇതിലെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് കേട്ടോ ഓക്കെ അപ്പൊ ഇത്രയേ ഉള്ളൂ ഇതിന്റെ സമ്മറി എന്ന് പറഞ്ഞാൽ ഓക്കെ അല്ലേ യെസ് സോ ഇനി നമ്മളൊരു ക്വസ്റ്റ്യൻ പറയാണ് കേട്ടോ അപ്പൊ ഈ ചാപ്റ്റർ ഇത്രയേ ഉള്ളൂ ഒരു ബോയ് ഉണ്ടായിരുന്നു ആ ബോയ്ക്ക് ഒരു സിസ്റ്റർ ഉണ്ടായിരുന്നു അല്ലെ അവര് അത്ര കോൺഫിഡൻസ് ഒന്നും ഇല്ലായിരുന്നു പക്ഷെ സിസ്റ്റർ എൻകറേജ് ചെയ്തു അതിനുശേഷം അല്ലെ സിസ്റ്റർ മരിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ ആ ഒരു ദുഃഖം അവന് വല്ലാത്തൊരു പവറൊക്കെ കൊടുത്തു എന്നുള്ളതാണ് അതിനുശേഷം നല്ല അടിപൊളിയായിട്ട് അവനൊരു പിക്ചർ വരച്ചു അവന് വേൾഡ് വൈഡ് ആയിട്ട് റെക്കഗ്നിഷൻ കിട്ടിയിട്ടില്ല അല്ലെ അത്രയും ഫേമസ് ആയിട്ടുള്ള രീതിയിലുള്ള നല്ലൊരു ആർട്ടിസ്റ്റ് ആയിട്ട് മാറി എന്നുള്ള അപ്പൊ അങ്ങനെയാണെങ്കിൽ ഒരു ചോദ്യം നോക്ക് the boy finally came out with a wonderful painting appreciated by everyone boy last അല്ലേ എന്തുമായിട്ടാ വന്നേ എല്ലാവരും അപ്രീഷിയേറ്റ് ചെയ്യുന്ന രീതിയിൽ അല്ലെ എല്ലാവരും അഭിനന്ദിക്കുന്ന രീതിയിലുള്ള നല്ലൊരു പിക്ചറുമായിട്ട് നമ്മുടെ ബോയ് വന്നു എന്നുള്ളതാണ് ലാസ്റ്റ് സോ his little sister's words were the real inspiration behind this achievement ഈ ഒരു നേട്ടത്തിന്റെ പിന്നിൽ ആരായിരുന്നു യെസ് അവന്റെ സിസ്റ്ററിന്റെ അല്ലെ അവന്റെ അനിയത്തിയുടെ വേർഡ്സ് ആണ് അവനെ ഇൻസ്പയർ ചെയ്തിട്ടുള്ളത് എന്നുള്ള സോ ഹാവിംഗ് ഹേർഡ് ഓഫ് ദ അച്ചീവ്മെന്റ് ഓഫ് ദ ബോയ് യു ഹാവ് ഡിസൈഡഡ് ടു സെൻഡ് എ ലെറ്റർ ഓഫ് അപ്രിസിയേഷൻ ടു ഹിം അപ്പോൾ ഈ ഒരു ബോയിന്റെ ഈ ഒരു നേട്ടത്തെ പറ്റി അച്ചീവ്മെന്റിനെ ഒക്കെ പറ്റി നിങ്ങൾ കേട്ടെന്ന് വിചാരിക്കാം അപ്പൊ അങ്ങനെയാണെങ്കിൽ ആ ബോയിനെ അപ്രിഷിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ എഴുതുന്ന ലെറ്റർ ആണ് സോ റൈറ്റ് ദ ലെറ്റർ അപ്പൊ ഇത് ഏത് ടൈപ്പ് ഓഫ് ലെറ്റർ ആണ് ഇത് പേഴ്സണൽ ലെറ്റർ ആണ് എന്നുള്ള അല്ലെ ഇത് ഒരു ഇൻഫോർമൽ ആയിട്ടുള്ള ലെറ്റർ ആണ് കാരണം നമ്മൾ സിമ്പിൾ ആയിട്ട് നമ്മൾ ആ ബോയ്ക്കാണ് ആ ബോയിനെ അപ്രീഷിയേറ്റ് ചെയ്തിട്ടാണ് ഇവിടെ ലെറ്റർ എഴുതുന്നത് എന്നുള്ളത് അല്ലെ അപ്പൊ നോക്കട്ടോ ഇത് സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചോ എക്സാമിന് നിങ്ങൾക്ക് ഇൻഫോർമൽ ആയിട്ടുള്ള ലെറ്റർ ഒക്കെ വന്നാൽ ഏത് ടൈപ്പ് ഓഫ് ലെറ്റർ വന്നാലും അവിടേക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു ഫോർമാറ്റ് ആണ് ഇത് എന്നുള്ളത് കേട്ടോ ഓക്കെ സോ ഒരു ഇൻഫോർമൽ ആയിട്ടുള്ള ലെറ്ററിൽ നമുക്ക് ആദ്യം വേണ്ടത് എന്താണ് സെൻഡേഴ്സ് അഡ്രസ് വേണം അയക്കുന്ന ആളുടെ അഡ്രസ് നമുക്ക് വേണ്ടേ ഓക്കെ സോ സെൻഡേഴ്സ് അഡ്രസ് കൊടുക്കുക അത് കഴിഞ്ഞിട്ട് നമുക്ക് എന്ത് വേണടാ യെസ് എന്റെ സൗണ്ട് ഒക്കെ പോകുന്നുണ്ട് ഓക്കെ സോ അത് കഴിഞ്ഞിട്ട് നമുക്ക് എന്ത് വേണടാ ഡേറ്റ് വേണം കേട്ടോ ഡേറ്റ് ഈ ഒരു ഫോർമാറ്റിലാണ് നമ്മൾ ഡേറ്റ് ചെയ്തേ ദെൻ അത് കഴിഞ്ഞിട്ട് നമ്മൾ എന്താ ഇവിടെ ടു അഡ്രസ് ഒന്നും വേണ്ടല്ലോ സെൻഡേഴ്സ് അഡ്രസ് ഡേറ്റ് ദെൻ അത് കഴിഞ്ഞിട്ട് നമ്മൾ ആരാണോ നമ്മുടെ അല്ലെ ഫ്രണ്ടിന്റെ പേര് അപ്പൊ ഡിയർ രാഹുൽ അല്ലെങ്കിൽ ഡിയർ മീനു ഡിയർ നേഹ ഇങ്ങനെയൊക്കെ നമ്മൾ എന്ത് ചെയ്യുക ഒന്ന് അഭിസംബോധന ചെയ്തിട്ട് നമ്മൾ തുടങ്ങാം എന്നിട്ട് ഹോപ്പ് യു ആർ ഫൈൻ നിനക്ക് സുഖമാണ് എന്നുള്ളത് ഞാൻ വിചാരിക്കുന്നു എന്നാ പറഞ്ഞത് ഐ എം വെരി ഹാപ്പി ടു റൈറ്റ് ദിസ് ലെറ്റർ ഈ ഒരു ലെറ്റർ എഴുതുന്നതിൽ ഞാൻ ഭയങ്കര ഹാപ്പിയാണ് അല്ലെ ആ ഒരു ഹാപ്പി ഒക്കെ ആണ് എന്നുള്ള രീതിയിലാണ് ഇവിടെ പറയുന്നത്
ഇനി നമ്മൾ സാഡ് ആയിട്ടുള്ള കാര്യമൊക്കെ പറയാനാണ് ലെറ്റർ എഴുതുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ജസ്റ്റ് ഈ ഹാപ്പി അങ്ങോട്ട് മാറ്റാം. ഓക്കെ, എന്നിട്ട് സാഡ് എന്നുള്ള രീതിയിൽ നിങ്ങൾ ചെറിയൊരു മാറ്റം വരുത്തിയാൽ മതി. സോ നോക്ക്, ഐ റിയലി മിസ് യുവർ പ്രസൻസ് ആൻഡ് ഐ ഹാവ് ഗോട്ട് സംതിങ് സ്പെഷ്യൽ ടു ടെൽ യു. അപ്പോൾ ഇവിടെ എന്താ പറഞ്ഞത്, എനിക്ക് നിന്റെ അല്ലേ ഈ ഒരു പ്രസൻസ് എനിക്ക് മിസ് ചെയ്യുന്നുണ്ട്. അത് മാത്രമല്ല എനിക്ക് നിന്നോട് കുറച്ച് പുതിയ അല്ലെ കുറച്ച് സ്പെഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങൾ നിന്നോട് പറയാനുണ്ട് എന്നാ പറഞ്ഞത്. ഓക്കെ, അപ്പോൾ ഇതൊക്കെ ഇതൊക്കെ എന്തിന്റെ ഫോമാറ്റ് ആണ്? നമുക്കിപ്പോൾ ഏതെങ്കിലും ഒരു പേഴ്സണൽ ലെറ്റർ, ഒരു ഫ്രണ്ടിനൊക്കെ അയക്കുന്ന ലെറ്റർ ആണെങ്കിൽ അവിടെ അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഫോമാറ്റ് ആണ് കേട്ടോ. ഓക്കെ, സോ നോക്ക്, എന്നിട്ട് പിന്നെ എന്ത് ചെയ്യാം, നിങ്ങൾ കാര്യങ്ങളൊക്കെ ചോദ്യത്തിനനുസരിച്ച് നിങ്ങൾക്ക് മാറ്റി കൊടുക്കാം. ഓക്കെ, സോ നിർത്തുന്ന സമയത്ത് നമ്മൾ എന്തൊക്കെ പറയാം, ഐ ഹോപ്പ്, ഞാൻ പ്രതീക്ഷിക്കുന്നു, യു വിൽ റിയലൈസ് മൈ ഫീലിംഗ്സ് ആൻഡ് റിപ്ലൈ ആസ് സൂൺ ആസ് പോസിബിൾ. നീ എൻ്റെ ആ ഫീലിംഗ്സ് അല്ലെ, ഹാപ്പിനെസ് ആയിക്കോട്ടെ ദെൻ സാഡ്നെസ് ആയിക്കോട്ടെ, ഏതായാലും അതെന്താണ്, അതൊരു ഫീലിംഗ്സ് ആണ് അല്ലെ, യെസ്, നമ്മുടെ ഒരു വികാരമാണ് എന്നുള്ള. അപ്പൊ അത് നീ മനസ്സിലാക്കും എന്നുള്ളതും ആൻഡ് റിപ്ലൈ ആസ് സൂൺ ആസ് പോസിബിൾ, പെട്ടെന്ന് തന്നെ നീ റിപ്ലൈ തരും എന്നുള്ളതും ഞാൻ പ്രതീക്ഷിക്കുന്നു എന്നുള്ള. എന്നിട്ട് പറയാം, ഐ എം കൺക്ലൂഡിങ് മൈ വേർഡ്സ് ആൻഡ് ഹോപ്പിംഗ് ടു മീറ്റ് യു സൂൺ ഡിയർ. ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്, എൻ്റെ വാക്കുകൾ ഞാൻ കൺക്ലൂഡ് ചെയ്യാണ്. ആൻഡ് അത് മാത്രമല്ല, നിന്നെ പെട്ടെന്ന് തന്നെ കാണാൻ പറ്റും എന്നുള്ളത് ഞാൻ പ്രതീക്ഷിക്കുന്നു എന്നാണ് പറയുന്നത്. എന്നിട്ട് പറയാണ്, കൺവേ മൈ വാം റിഗാർഡ്സ് ടു ഓൾ അറ്റ് ഹോം, മേ ഗാഡ് ബ്ലെസ് യു അല്ലേ, ദൈവം നിന്നെ അനുഗ്രഹിക്കട്ടെ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് നിർത്തുമ്പോൾ ഇതെന്താണ്, പേഴ്സണൽ ലെറ്റർ ആയതുകൊണ്ട് യുവേഴ്സ് സിൻസിയർലി അല്ലെങ്കിൽ യുവേഴ്സ് ലവിംഗ്ലി എന്ന് പറഞ്ഞിട്ട് നമുക്ക് എന്ത് ചെയ്യാം, അത് കൺക്ലൂഡ് ചെയ്യാം. എന്നിട്ട് SD എന്ന് നിങ്ങൾ ഇട്ടാൽ മതി. ഓക്കെ, നിങ്ങൾ ഒപ്പൊന്നും ഇട്ട് കൊടുക്കണ്ട, SD എന്ന് ഇട്ട് കൊടുക്കുക. ദെൻ നെയിം. ഓക്കെ അല്ലേ, സോ നെയിം എന്നുള്ളത് നിങ്ങൾ കൊടുക്കാം. ഓക്കെ, യെസ്. സോ അപ്പൊ ഇവിടെ നമ്മുടെ ചോദ്യം എന്തായിരുന്നു, നമ്മൾ ആ ബോയ്ക്ക് അയക്കുന്ന ലെറ്റർ ആണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത് അല്ലെ. ഓക്കെ, നമ്മൾ ആ ബോയിനെ അപ്രീഷിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ബോയ്ക്ക് അയക്കുന്ന ലെറ്റർ. സോ നോക്ക്, നേഹ, ഹെല്യു കോട്ടേജ്, തിരുവല്ല അല്ലെ. അപ്പൊ ഇതെന്തായി, സെൻഡേഴ്സ് അഡ്രസ് നമ്മൾ എഴുതി കഴിഞ്ഞു അല്ലെ. സെൻഡേഴ്സ് അഡ്രസ് നമ്മൾ എഴുതി. ദെൻ അത് കഴിഞ്ഞിട്ട് നോക്ക്, യെസ്, ഡേറ്റ് നമ്മൾ എഴുതി അല്ലെ, ഡേറ്റ് നമ്മൾ എഴുതി. ഓക്കെ, സോ അത് കഴിഞ്ഞിട്ട് നോക്ക്, ഇവിടെ എന്താണ്, നമ്മൾ സല്യൂട്ടേഷൻ കൊടുത്തല്ലേ, നമ്മൾ യെസ് എന്താണ്, ഡിയർ ഗൗതം എന്നൊക്കെ പറഞ്ഞിട്ട് തുടങ്ങുകയാണ്. ഓക്കെ, സല്യൂട്ടേഷൻ പറഞ്ഞു, നമ്മൾ ഗൗതം എന്നുള്ള പേരൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇനി നമ്മൾ എന്ത് ചെയ്യണം, നമ്മളെ ഇൻട്രൊഡ്യൂസ് ചെയ്യണ്ടേ, ഏതോ ഒരു അറിയാത്തൊരു ബോയ്ക്കാണ് നമ്മൾ ലെറ്റർ അയക്കുന്നത് അല്ലെ. ആ ബോയിനെ അപ്രീഷിയേറ്റ് ചെയ്യാണ്, ആ ബോയ് നല്ല അടിപൊളിയായിട്ടുള്ള പിക്ചർ വരച്ചതുകൊണ്ട്. ഓക്കെ, സോ പറയാണ്, ഐ എം നേഹ ഫ്രം കാലിക്കറ്റ്, യു മെ നോട്ട് നോ മീ. ചിലപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ, നിനക്ക് എന്നെ അറിയില്ലായിരിക്കാം. ഐ എം റൈറ്റിംഗ് ദിസ് ലെറ്റർ ടു എക്സ്പ്രസ് മൈ ഹാപ്പിനെസ് ഓൺ ഹിയറിംഗ് യുവർ അച്ചീവ്മെന്റ്. ഞാൻ എന്തിനാണ് ഈ ലെറ്റർ അയക്കുന്നത്, നിന്റെ ഈ ഒരു അച്ചീവ്മെന്റ്, നിന്റെ ഈ നേട്ടം കേട്ടിട്ടാണ് എന്നുള്ള അല്ലെ. അപ്പോൾ നോക്കും, ഹാർട്ടി കൺഗ്രാറ്റുലേഷൻസ്. ഹാർട്ടി കൺഗ്രാറ്റുലേഷൻസ് എന്ന് പറഞ്ഞാൽ എന്താടാ, ഹൃദയം നിറഞ്ഞ അഭിനന്ദനങ്ങൾ എന്നുള്ള കേട്ടോ. വാക്കൊക്കെ ശ്രദ്ധിച്ചോ. ഓക്കെ, സോ ഐ റീഡ് ഓൾ ദി ഡീറ്റെയിൽസ് ഓഫ് യുവർ ആർട്ട് എക്സിബിഷൻ ഇൻ ദി പേപ്പേഴ്സ് ടുഡേ. ഇന്നത്തെ പേപ്പറിൽ നിന്റെ ഈ ഒരു ആർട്ട് എക്സിബിഷനെ പറ്റിയിട്ടുള്ള എല്ലാ ഡീറ്റെയിൽസും ഞാൻ വായിച്ചിട്ടുണ്ടായിരുന്നു. സോ ഐ മസ്റ്റ് സേ ഇറ്റ് ഈസ് ഇൻട്രീഡ് സ്പെക്ടാക്കുലർ അല്ലേ. എനിക്ക് ഉറപ്പാണ് ഇതെന്താണ്, അത്രയും എന്താണ് അവിചാരിതമായിട്ടുള്ള അല്ലെ, അത്രയും അടിപൊളിയായിട്ടുള്ള സ്പെക്ടാക്കുലർ ആയിട്ടുള്ള ഒരു കാര്യമാണ് എന്നുള്ള. സോ ഗൗതം, ഐ റെഡ് അബൌട്ട് യുവർ ഗ്രോത്ത് ആസ് എൻ ആർട്ടിസ്റ്റ്. ഗൗതമേ, നീ ഒരു ആർട്ടിസ്റ്റ് എന്നുള്ള രീതിയിൽ നിന്റെ ഗ്രോത്തിനെ പറ്റിയിട്ട് ഞാൻ വായിച്ചിട്ടുണ്ടായിരുന്നു. I was really touched to learn about the wonderful way in which you were inspired by your sister. ഞാൻ ശരിക്കും എനിക്കത് വായിച്ച സമയത്ത് അല്ലേ, എനിക്ക് ഭയങ്കര ഒരു ടച്ചിങ് തോന്നി എന്നുള്ള. കാരണം എന്താണ്, നിന്റെ സിസ്റ്ററിന്റെ ആ റിയൽ അല്ലെ, അവളുടെ ആ ഒരു എൻകറേജ്മെന്റ് ആണല്ലോ നിന്നെ ഇൻസ്പയർ ചെയ്തിട്ടുള്ളത്. സോ ആ ഒരു സ്റ്റോറി വായിച്ച സമയത്ത് എനിക്കത് ഭയങ്കര ഫീൽ ആയി എന്നുള്ള. യു ആർ ട്രൂലി ഡെഡിക്കേറ്റഡ് ടു ആർട്ട്. കലയോട് ശരിക്കും നീ എന്താണ്, ഡെഡിക്കേറ്റഡ് ആണ്. സോ മോറോവർ യു ഹാവ് വർക്ക്ഡ് വെരി ഹാർഡ് ടു ഗ്രൂം യുവർ സെൽഫ് ആസ് എൻ ആർട്ടിസ്റ്റ്. ഒരു ആർട്ടിസ്റ്റ് എന്നുള്ള രീതിയിൽ നിന്നെ വളർത്താൻ വേണ്ടിയിട്ട് അല്ലെ, നിന്നെ മെച്ചപ്പെടുത്തി കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നന്നായിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ട്. നൗ ദ റിസൾട്ട് ഈസ് ഹിയർ ഫോർ ദ ഹോൾ വേൾഡ് to see and for you to feel proud of. ഇന്ന് അതിന്റെ ആ റിസൾട്ട് ആണ് ഇന്ന് ലോകം മൊത്തം അല്ലെ, എല്ലാ ആളുകൾക്കും ഇന്നത് കാണാൻ പറ്റുന്നുണ്ട് എന്നുള്ളതാണ് അല്ലെ. യെസ്, എല്ലാ ആളുകൾക്കും ഇന്നത് കാണാൻ പറ്റുന്നുണ്ട് എന്നുള്ളതാണ്. സോ നോക്ക്, അപ്പൊ നിനക്ക് എന്ത് ചെയ്യാം, നിനക്ക് അഭിമാനിക്കാം എന്നുള്ള അല്ലെ, നിങ്ങൾക്ക് പ്രൗഡ് അഭിമാനിക്കാം എന്നുള്ളതാണ് നിനക്ക്. ഐ എം ഷുവർ, എനിക്ക് ഉറപ്പാണ്, യു വിൽ ബ്ലൂം ആസ് എ റിനൗഡ് പെയിന്റർ ഇൻ ദ ഇയേഴ്സ് ടു കം. എനിക്ക് ഉറപ്പാണ് നീ എന്ത് ചെയ്യും, അറിയപ്പെടുന്ന ഒരു റിനൗഡ് ആയിട്ടുള്ള ഒരു പെയിന്റർ ആയിട്ട് വരും വർഷങ്ങളിൽ അല്ലെ നീ മാറും എന്നുള്ളതാണ് ഇവിടെ പറഞ്ഞത്. എന്നിട്ട് എന്ത് ചെയ്യാണ്, നമ്മൾ അപ്രീഷിയേറ്റ് ഒക്കെ ചെയ്തു. ഇനി അവരോടൊരു വിഷ് ഒക്കെ പറയാം അല്ലെ. സോ നോക്ക്, ഐ വിഷ് യു ഗുഡ് ലക്ക് ഇൻ ഓൾ യുവർ ഫ്യൂച്ചേഴ്സ് ആൻഡ് എവേഴ്സ്. നിന്റെ ഭാവിയിലെ എല്ലാ പരിപാടികളിലും അല്ലെ, നിന്റെ സംരംഭങ്ങളിലൊക്കെ ഞാൻ എല്ലാവിധ ആശംസകളും അർപ്പിക്കുന്നു. കൺഗ്രാറ്റുലേഷൻസ് വൺസ് അഗൈൻ, ഒരിക്കൽ കൂടി അഭിനന്ദനങ്ങൾ എന്ന് പറഞ്ഞിട്ട് യുവേഴ്സ് ലവിംഗ്ലി SD അല്ലെ, സൈന് ദെൻ നേഹ എന്നുള്ള പേര് നമ്മൾ വീണ്ടും കൊടുത്തു. ഓക്കെ അല്ലെ. അപ്പൊ ഈ രീതിയിലാണ് നമ്മൾ എന്ത് ചെയ്തേണ്ടത്, നല്ലൊരു ഇൻഫോർമൽ ലെറ്റർ എഴുതേണ്ടത് കേട്ടോ. അപ്പൊ ഇതൊക്കെ നിങ്ങൾ എന്ത് ചെയ്യാം, നിങ്ങളൊന്ന് എഴുതി പ്രാക്ടീസ് ചെയ്ത് നോക്കുക. ഇതിലുള്ള വാക്കുകളൊക്കെ നിങ്ങൾക്ക് കിട്ടുന്നുണ്ടോ, അറിയാത്ത വാക്കുകളുണ്ടോ, ജസ്റ്റ് നിങ്ങൾ അതിന്റെ മീനിങ് ഒക്കെ നിങ്ങളൊന്ന് പഠിച്ചു വെക്കണം. ഓക്കെ, സോ അടുത്തത് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നെക്സ്റ്റ് ചാപ്റ്റർ റോസ
Parks sat still. Rosa Parks എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു? സ്റ്റിൽ ആയിട്ട് അവിടെ ഇരുന്നു അല്ലേ? അപ്പൊ അങ്ങനെ ഒരു ചാപ്റ്റർ ആണ് നമ്മൾ ഇവിടെ പഠിക്കാൻ പോകുന്നത് എന്നുള്ള കേട്ടോ. വലിയൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചാപ്റ്റർ ആണ്. വായിക്കാൻ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ചാപ്റ്റർ ആണെങ്കിൽ പോലും വലിയൊരു ഒരു കാര്യം, വലിയൊരു മെസ്സേജ് ആണ് ശരിക്കും ഈ ഒരു ചാപ്റ്റർ മുന്നോട്ട് വെക്കുന്നത് എന്നുള്ള അല്ലെ. അപ്പൊ അതിന്റെ സമ്മറിയാണ് നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, സോ ഈ ഒരു സ്റ്റോറി ഇതിനെ പറ്റിയിട്ടാണ് പറയുന്നത്. ഓക്കെ, സോ നോക്ക് കേട്ടോ, ഈ ഒരു സ്റ്റോറി എന്തിനെ പറ്റിയിട്ടാണ് പറയുന്നത്. This is a story of a freedom fighter who fought against the white people for the black people's right in America. അല്ലേ? അപ്പൊ ഇവിടെ ഈ ഒരു സ്റ്റോറി എന്തിനെ പറ്റിയിട്ടാണ് എന്നുള്ളതാണ്. നോക്ക്, this is a story of a freedom fighter. ഫ്രീഡം ഫൈറ്റർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു സ്വാതന്ത്ര്യ അല്ലെ, ഒരു സമരം ചെയ്തിട്ടുള്ള ഒരാളെ പറ്റിയിട്ടാണ് എന്നുള്ള, ഒരു ഫ്രീഡം ഫൈറ്ററെ പറ്റിയിട്ടുള്ള ഒരു ചാപ്റ്റർ ആണ് എന്നുള്ളതാണ് ഇത്. സോ ആ ആള് എന്തിനെ പറ്റിയിട്ടാണ് ശരിക്കും ഫൈറ്റ് ചെയ്തിട്ടുള്ളത് എന്നുള്ള അല്ലെ, അഗെയിൻസ്റ്റ് ദ വൈറ്റ് പീപ്പിൾ ഫോർ ദ ബ്ലാക്ക് പീപ്പിൾസ് റൈറ്റ് ഇൻ അമേരിക്ക. എന്താണ്? ബ്ലാക്ക് പീപ്പിളിന്റെ അല്ലെ, കറുത്ത വർഗ്ഗക്കാരുടെ, അമേരിക്കയിലുള്ള കറുത്ത വർഗ്ഗക്കാരുടെ റൈറ്റിന്, അവരുടെ അവകാശങ്ങൾക്ക് വേണ്ടിയിട്ട് വെള്ളക്കാർക്കെതിരെ പോരാടിയിട്ടുള്ള ഫൈറ്റ് ചെയ്തിട്ടുള്ള ഒരു ഫ്രീഡം ഫൈറ്ററെ പറ്റിയിട്ടാണ് ഇവിടെ നമ്മുടെ ഈ ഒരു സ്റ്റോറിയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, സോ ആരാണ് നമ്മളുടെ താരട? റോസ പാർക്സ് ആണ് അല്ലെ. യെസ്, റോസ പാർക്സ് ആണ്. സോ നോക്ക്, റോസ പാർക്സ് ആരാണോ? വർക്കിംഗ് വുമൻ അല്ലെ, ആള് വർക്ക് ചെയ്യുന്ന ഒരു വുമൻ ആണ് എന്നുള്ള. സോ വൺ ഡേ ആഫ്റ്റർ ഹെർ വർക്ക് ഷി വാസ് ട്രാവലിംഗ് ഇൻ എ ബസ്. അങ്ങനെ ഒരു ദിവസം വർക്ക് ഒക്കെ കഴിഞ്ഞിട്ട് ആളെ എന്തിലാണ് ട്രാവൽ ചെയ്ത്? ബസ്സിൽ ഇങ്ങനെ ട്രാവൽ ചെയ്യാണ് കേട്ടോ. ഓക്കെ, ഷി വാസ് ട്രാവലിംഗ് ഇൻ എ ബസ്. സോ ദ ബസ് വാസ് ഫുൾ ഓഫ് പീപ്പിൾ. ബസ്സിൽ മൊത്തം എന്താണ്? ആളുകളാണ് അല്ലെ. ബസ് വാസ് ഫുൾ ഓഫ് പീപ്പിൾ. ഓക്കെ, so there were white people and black people in the bus. ആ ബസ്സിൽ ആരൊക്കെ ഉണ്ടായിരുന്നു? വൈറ്റ് പീപ്പിൾ ഉണ്ട്, then അതേപോലെ തന്നെ ബ്ലാക്ക് പീപ്പിൾ ഉണ്ട് എന്നല്ല. സോ എന്നിട്ട് എന്തായ? there was a rule at that time in 1955 അല്ലെ, 1955 ഒരു നിയമം ഉണ്ടായിരുന്നു എന്നുള്ള. എന്തായിരുന്നു? that in a bus if there is a vacant seat it would be of the white people. ബസ്സിൽ ഏതെങ്കിലും ഒരു വാക്കന്റ് ആയിട്ടുള്ള ഒഴിഞ്ഞു കിടക്കുന്ന ഒരു സീറ്റ് ഉണ്ടോ? അത് ആർക്കുള്ളതാ? യെസ്, ഫോർ വൈറ്റ് പീപ്പിൾ. അത് വെള്ള അല്ലെ, വെള്ള ജനങ്ങൾക്ക്, വൈറ്റ് പീപ്പിളിനുള്ളതാണ് എന്നുള്ളതാണ് പറഞ്ഞത്. ഓക്കെ, വെളുത്ത വർഗ്ഗക്കാർക്കുള്ളതാണ് എന്നുള്ള. സോ ദ ബ്ലാക്ക് പീപ്പിൾ വർ നോട്ട് സപ്പോസ്ഡ് ടു സിറ്റ്. ബ്ലാക്ക് പീപ്പിളിന് അവിടെ ഇരിക്കാൻ പറ്റില്ല. ഓക്കെ, അവരെന്ത് ചെയ്യണം? യെസ്, വൈറ്റ് പീപ്പിളിന് അത് മാറി കൊടുക്കണം. ഒരു സീറ്റ് ഒഴിവുണ്ടെങ്കിൽ അവിടെ വൈറ്റ് പീപ്പിളിനാണ് ഇരിക്കാൻ പറ്റുക എന്നുള്ള. റോസ പാർക്സ് പ്രൊട്ടസ്റ്റഡ് അഗെയിൻസ്റ്റ് ദിസ് റൂൾ. പക്ഷെ റോസ പാർക്സ് എന്തിനെതിരെയാണ് ശരിക്കും ഇവിടെ പ്രൊട്ടസ്റ്റ് ചെയ്തിട്ടുള്ളത് എന്നുള്ള അല്ലെ, ഈ നിയമത്തിനെതിരെയാണ് എന്നുള്ള, ഈ റൂളിനെതിരെയാണ് എന്നുള്ള. നോക്ക്, when a white man approached her she didn't get up and give the seat. ഒരു വൈറ്റ് മാനും അവളുടെ അടുത്ത് വന്നിട്ടല്ലേ അവളിങ്ങനെ അപ്രോച്ച് ചെയ്യായിരുന്നു. കാരണം അവളൊന്ന് എണീച്ചാലേ അല്ലെ അവർക്ക് അവിടെ ഇരിക്കാൻ പറ്റുള്ളൂ. പക്ഷേ ആളെന്ത് ചെയ്തില്ല? she didn't give the seat അല്ലെ, ആ സീറ്റ് അവൾ കൊടുത്തിട്ടുണ്ടായിരുന്നില്ല എന്നുള്ള. നോക്ക്, this made the bus driver angry. അപ്പൊ അത് കണ്ടപ്പോ ബസ് ഡ്രൈവറെ ഭയങ്കര ദേഷ്യം വന്നു അല്ലെ. കാരണം ഇവളെന്താണ്? ബ്ലാക്ക് ആയിട്ടുള്ള ഒരാൾ, ഒരു പേഴ്സൺ ആണ്. സോ ഈ വൈറ്റ് മാന് എണീറ്റ് കൊടുക്കുന്നില്ല. സോ അതുകൊണ്ട് തന്നെ ബസ് ഡ്രൈവർ ഭയങ്കര ദേഷ്യം വന്നു. he called the police. അദ്ദേഹം എന്ത് ചെയ്തു? പോലീസിനെ വിളിച്ചു. എന്നിട്ടോ the police arrested Rosa Parks. പോലീസ് റോസ പാർക്സിനെ അറസ്റ്റ് ചെയ്തു എന്നുള്ള അല്ലെ. ഓക്കെ, so then there was a revolution among the black people. ഈ ഒരു സംഭവം ബ്ലാക്ക് പീപ്പിളിന്റെ ഇടയിൽ ഒരു റെവല്യൂഷൻ തന്നെ ഉണ്ടാക്കി. കാരണം എന്താ? അവരുടെ ഇടയിലുള്ള ഒരാളെ ഈ ഒരു ഇഷ്യൂ പറഞ്ഞിട്ട് പോലീസ് അറസ്റ്റ് ചെയ്തല്ലേ. സോ അതുകൊണ്ട് തന്നെ അവിടെ ഭയങ്കര റെവല്യൂഷൻ തന്നെ ആ ഒരൊറ്റ കാരണം അതൊരു കാരണമായി എന്നുള്ളതാണ് ആ ഒരൊറ്റ സംഭവം. ഓക്കെ, സോ ദിസ് റിസൾട്ടഡ് ഇൻ ദ ഫ്രീഡം സ്ട്രഗിൾ ഓഫ് ദ ബ്ലാക്സ് ഇൻ അമേരിക്ക. അങ്ങനെ ഇത് എന്തിനേക്ക് നയിച്ചു എന്നുള്ളതാണ്? ബ്ലാക്ക് പീപ്പിളിന്റെ റൈറ്റിന് വേണ്ടിയിട്ട്, അവകാശങ്ങൾക്ക് വേണ്ടിയിട്ട് അമേരിക്കയിൽ ഒരു ഫ്രീഡം സ്ട്രഗിളിൽ അല്ലെ, ഒരു സ്വാതന്ത്ര്യ സമരത്തിലേക്ക് ഇത് നയിച്ചു, ഇത് ലീഡ് ചെയ്തു എന്നുള്ള കേട്ടോ. വാക്കുകളൊക്കെ സൂക്ഷിച്ചോ. ഞാൻ സ്ട്രൈക്ക് ചെയ്തു പറയുന്ന വാക്കുകളൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യണം? ഓർമ്മ ഉണ്ടാവണം എന്നുള്ള കേട്ടോ. ഓക്കെ, സോ നെക്സ്റ്റ് നോക്ക്. in the court, അങ്ങനെ കോടതിയിൽ എന്തായി? there were many people who argued for her rights. ഒരുപാട് ആളുകൾ ഉണ്ടായിരുന്നു അല്ലേ അവളുടെ റൈറ്റ്സിന് വേണ്ടിയിട്ട് ആർഗ്യൂ ചെയ്തിട്ടുള്ള. thus the white people came to know that there should not be any difference between the white people and black people. അങ്ങനെ അവസാനം എന്ത് ചെയ്തു? വൈറ്റ് പീപ്പിൾ മനസ്സിലായി അതിൽ ഒരു പ്രത്യേകിച്ച് ഡിഫറൻസ് ഒന്നുമില്ല. ഈ വൈറ്റ് പീപ്പിളും അതേപോലെ തന്നെ ബ്ലാക്ക് പീപ്പിളിന്റെ അല്ലെ അവരുടെ ആ ഒരു ഇടയിൽ ഒരു ഡിഫറൻസ് ഇല്ല എന്നുള്ളത് അവർ പിന്നെ മനസ്സിലാക്കി എന്നുള്ള. so this incident the bus changed millions of minds of Americans. ഈ ഒരൊറ്റ സംഭവം, ഈ ഒരൊറ്റ ഇൻസിഡന്റ് മില്യൺ കണക്കിന് അമേരിക്കക്കാരുടെ മൈൻഡ് സെറ്റ് മാറ്റി എന്നുള്ള. കാരണം അത്രയും കാലം അവർ വിചാരിച്ച് സെഗ്രിഗേഷൻ അവിടെ നടക്കും എന്നുള്ള അല്ലെ. സെഗ്രിഗേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? വൈറ്റ് പീപ്പിൾ വേറെ ബ്ലാക്ക് പീപ്പിൾ വേറെ എന്നുള്ള രീതിയിൽ അവരിങ്ങനെ വിഭജിച്ചിട്ടായിരുന്നു അതിലൊക്കെ നിർത്തിയിട്ടുണ്ടായിരുന്നു അല്ലെ. അപ്പോ അതിൽ വിശ്വസിച്ച് പോന്നിരുന്ന ഒരുപാട് ആളുകളുടെ
തോട്ട് തന്നെ മാറ്റാനുള്ള ഒരു കാരണമായി എന്നുള്ളത്. ഓക്കെ, സോ ദിസ് അവയർനെസ് വാസ് മെയ്ഡ് ഇൻ ദെയർ മൈൻഡ്സ് ബൈ ദ ഫേമസ് ഇന്ത്യൻ ലീഡർ Mahatma Gandhi. The writer thanks Gandhiji for his great ideas without which the black people wouldn't have achieved their rights. അപ്പോൾ ഇങ്ങനെ ഒരു മൂവ്മെന്റ് നടത്താൻ നമ്മുടെ ലീഡർ ആയിട്ടുള്ള മഹാത്മാ ഗാന്ധിജിയുടെ കോൺട്രിബ്യൂഷൻ, അദ്ദേഹത്തിന്റെ ആ ഒരു പ്രവൃത്തിയും അദ്ദേഹത്തിന്റെ വാക്കുകൾ വരെ ഇവരെ ഇൻസ്പയർ ചെയ്തിട്ടുണ്ട് എന്നുള്ള. സോ മഹാത്മാഗാന്ധിയോട് നന്ദി പ്രകടിപ്പിച്ചുകൊണ്ടാണ് റൈറ്റർ ഇവിടെ ഈ ഒരു സ്റ്റോറി ശരിക്കും കൺക്ലൂഡ് ചെയ്യുന്നത് എന്നുള്ള. ഓക്കെ, അപ്പൊ അത്രയേ ഉള്ളൂ ഈ ഒരു ചാപ്റ്ററിൽ. അപ്പൊ ഈ ഒരു ചാപ്റ്റർ പഠിക്കുന്നതോട് കൂടിയിട്ട് നമ്മൾ എന്തിനെ പറ്റിയിട്ട് എഴുതാൻ അറിയണം എന്നറിയടാ. ക്യാരക്ടർ സ്കെച്ച് ഓഫ് റോസ പാർക്സ് എഴുതാൻ നമുക്ക് പറ്റണം. ആ ക്യാരക്ടർ സ്കെച്ച്, റോസ പാർക്സിന്റെ ക്യാരക്ടർ സ്കെച്ച് നമ്മൾ പഠിച്ചാൽ നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ നിന്നുള്ള പാരഗ്രാഫ് റൈറ്റിംഗ് അങ്ങനെയുള്ള കുറെ ചോദ്യങ്ങൾ വന്നാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതൊക്കെ നമുക്ക് എഴുതാൻ പറ്റും. ഞാൻ അത് മാത്രമല്ല ന്യൂസ് റിപ്പോർട്ടൊക്കെ ചോദിക്കാറുണ്ട്. ഓക്കെ, അപ്പൊ അതിനൊക്കെ നമ്മളുടെ കയ്യിൽ എന്താ വേണ്ടേ, നമുക്ക് ഫോർമാറ്റ് മാത്രം അറിഞ്ഞാൽ മതിയോ, പോരാ അല്ലേ, നമുക്ക് കൃത്യമായിട്ട് കോണ്ടന്റ് വേണം. സോ ആ കോണ്ടന്റ് ഒക്കെ നിങ്ങൾക്ക് ഈ ഒരു ക്യാരക്ടർ സ്കെച്ച് പഠിച്ചാലൊക്കെ നിങ്ങളുടെ കയ്യിൽ ഉണ്ടാവും എന്നുള്ള. ഓക്കെ, അപ്പൊ അങ്ങനെയാണെങ്കിൽ ക്യാരക്ടർ സ്കെച്ച് ഓഫ് റോസ പാർക്സ് ആണ് നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, സോ ശ്രദ്ധിച്ചു നിന്നോ. In the story, Rosa Parks sat still. Rosa Parks was a brave and strong lady. In the story, യെസ് അല്ലേ, ഈ ഒരു സ്റ്റോറിയിൽ റോസ പാർക്സ് എന്ന് പറഞ്ഞാൽ അല്ലെ, ശരിക്കും റോസ പാർക്സ് എന്താണ്, ഒരു സ്ട്രോങ് ആയിട്ടുള്ള ബ്രേവ് ആയിട്ടുള്ള ഒരു ലേഡി ആണ് എന്നുള്ള അല്ലെ. ആൻഡ് അത് മാത്രമല്ല അവരെന്തായിരുന്നു, ഷി വാസ് കാം, ആള് ശരിക്കും ഇങ്ങനെ ഒരു കാം ആയിട്ടുള്ള ആളാണ്. പക്ഷേ ഹാഡ് എ ലോട്ട് ഓഫ് കറേജ് ഇൻസൈഡ്. കാണാൻ ആള് കാമൊക്കെ ആണെങ്കിൽ പോലും ഉള്ളില് നല്ല അടിപൊളിയായിട്ടുള്ള ധൈര്യം ഉണ്ട് അല്ലെ, നല്ല ഒരുപാട് ലോട്ട് ഓഫ് കറേജ് ഇൻസൈഡ് എന്നുള്ള ആൾ ഉള്ളിൽ നല്ല കറേജ് ഉണ്ട്. ഓക്കെ, സോ ഷി വർക്ക്ഡ് ആസ് എ സെയിംസ്ട്രസ്. ശരിക്കും ആൾ എന്തായിട്ടാ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്, സീംസ്ട്രസ് കേട്ടോ. സീംസ്ട്രസ് എന്ന് പറഞ്ഞാൽ എന്താണ്, തയ്യൽക്കാരെയാണ്. ഓക്കെ, സോ ആൻഡ് വാസ് റിയലി ഡിറ്റർമൈൻഡ് അബൌട്ട് ഫെയർനെസ് ആൻഡ് ഇക്വാളിറ്റി. അത് മാത്രമല്ല ആൾക്ക് എന്തിനെ പറ്റിയിട്ട് നല്ല ധാരണയുണ്ട്, അൺഫെയർനെസ് അല്ലെ. ഫെയർനെസ് എന്ന് പറഞ്ഞാൽ എന്താണ്, ശരിക്കും ഫെയർനെസ് എന്ന് പറഞ്ഞാൽ എന്താണ്, നീതിനെ പറ്റിയിട്ടൊക്കെ ശരിക്കും ആൾക്ക് നല്ല ധാരണയുണ്ട്. അതേപോലെ തന്നെ ഇക്വാളിറ്റി എന്ന് പറയുമ്പോൾ എന്താണ്, സമത്വം അല്ലെ. അപ്പൊ ഇക്വാളിറ്റിനെ പറ്റിയിട്ടും ഫെയർനെസിനെ പറ്റിയിട്ടൊക്കെ നല്ല ഒരു ഡിറ്റർമിനേഷനും നല്ലൊരു നോളജ് ശരിക്കും ആർക്കുണ്ട്, നമ്മുടെ റോസ പാർക്സിന് ഉണ്ട് എന്നുള്ളതാണ്. സോ വെൻ ഷി ഡിഡ്ന്റ് ഗിവ് അപ്പ് ഹെർ സീറ്റ് ഫോർ എ വൈറ്റ് പേഴ്സൺ ഓൺ ദ ബസ്, ഇറ്റ് വാസ് ഹെർ വേ ഓഫ് സേയിങ് ദാറ്റ് എവരിവൺ ഷുഡ് ബി ട്രീറ്റഡ് ഈക്വലി ആൻഡ് നോ മാറ്റർ ദ കളർ ഓഫ് ദെയർ സ്കിൻ. താന് എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, അവരെന്താ ചെയ്തിട്ടുണ്ടായിരുന്നു, ബസ്സിന്ന് ആ ഒരു സീറ്റ് എണീച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നില്ല അല്ലെ, ഒരു വൈറ്റ് മാന് വേണ്ടിയിട്ട്. അപ്പൊ ആ ഒരു പ്രവൃത്തിയിലൂടെ ആൾ എന്താ ശരിക്കും പറയുന്നത് എന്നുള്ള, എന്താ പറഞ്ഞിട്ടുണ്ടായിരുന്നടാ, എവരിവൺ ഷുഡ് ബി ട്രീറ്റഡ് ഈക്വലി, എല്ലാ ആളുകളും ഈക്വൽ ആയിട്ട് ട്രീറ്റ് ചെയ്യപ്പെടണം എന്നുള്ള അല്ലെ. നോ മാറ്റർ ദി കളർ ഓഫ് ദ സ്കിൻ, നമ്മുടെ സ്കിന്നിന്റെ കളർ പല നിറമായിരിക്കും അല്ലെ, വൈറ്റ് ആവട്ടെ ബ്ലാക്ക് ആവട്ടെ, എന്തായാലും അതിലൊന്നും ഒരു ഡിസ്ക്രിമിനേഷനും ഇല്ല. എവരിവൺ അല്ലെ, എല്ലാ ആളുകളും എന്ത് ചെയ്യണടാ, ഷുഡ് ബി ട്രീറ്റഡ് ഈക്വലി, ഒരേപോലെ എല്ലാവരെയും ട്രീറ്റ് ചെയ്യണം എന്നുള്ളതാണ്. ഓക്കെ, സോ ഷീ ഈസ് ആൻ ഇൻസ്പയറിംഗ് സിംബൽ ഓഫ് റെസിലിയൻസ് ആൻഡ് ബ്രേവറി. ആളെന്താണ് ശരിക്കും ഭയങ്കര പ്രചോദനമായിട്ടുള്ള ഒരു വ്യക്തിയാണല്ലോ. എന്തിൻ്റെടാ, റെസിലിയൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്, പ്രതിരോധത്തിന്റെ. കാരണം എന്താണ്, ഇവിടെ നമുക്ക് പ്രതിരോധം കാണാൻ പറ്റുന്നുണ്ട് ആളല്ലേ. അത്രയും കാലം ബ്ലാക്ക് പീപ്പിൾ ഇങ്ങനെ അടിമകളെ പോലെ അവർക്ക് വേണ്ടിയിട്ട് എണീറ്റ് ഇങ്ങനെ പോയിട്ട്, പക്ഷെ പെട്ടെന്നാണ് ഈ ആള് നല്ലൊരു മൂവ്മെന്റ് എടുത്തത്. അപ്പൊ ആ ഒരു പ്രതിരോധം നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്നുണ്ട്, റെസിലിയൻസ് കാണാൻ പറ്റുന്നുണ്ട്. ആൻഡ് ബ്രേവറി അല്ലെ, ധീരത നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്നുണ്ട്. സോ ചൂസിങ് ടു ടേക്ക് എ സ്റ്റാൻഡ് അഗെയിൻസ്റ്റ് ഇൻജസ്റ്റിസ്, അനീതിക്കെതിരെ ഒരു സ്റ്റെപ്പ് വെക്കാൻ ആർക്ക് പറ്റിയിട്ടുണ്ടായിരുന്നു, ആര് തെരഞ്ഞെടുത്തിട്ടുണ്ട്, നമ്മുടെ റോസ പാർക്സ് അങ്ങനെ ഒരു ഇൻജസ്റ്റിസിനെതിരെയുള്ള ഒരു സ്റ്റെപ്പ് അവിടെ ചൂസ് ചെയ്തു എന്നുള്ള അല്ലെ. ദെൻ ഡെസ്പൈറ്റ് ദ റിസ്ക് ഇൻവോൾവ്ഡ്, അതിൽ ഒരുപാട് റിസ്ക് ഇല്ലേ, അത്ര എളുപ്പമായിട്ടുള്ള കാര്യമല്ല ഇൻജസ്റ്റിസിനെതിരെ സ്റ്റാൻഡ് ചെയ്യാന്ന് പറഞ്ഞാൽ, പക്ഷെ ആൾ അവിടെ നിലകൊണ്ടു എന്നുള്ള. സോ ഷി ഷോർഡ് ദാറ്റ് ഈവൻ ക്വയറ്റ് പീപ്പിൾ ക്യാൻ ഡു പവർഫുൾ തിങ്സ്. അപ്പോ ഇവിടെ റോസ പാർക്സ് ശരിക്കും കാണിച്ചെന്താന്ന് അറിയടാ, നല്ല ക്വയറ്റ് ആയിട്ടുള്ള ആളുകൾക്ക് അല്ലെ, ശാന്തമായിട്ടുള്ള ആളുകൾക്ക് വളരെ സ്ട്രോങ് ആയിട്ടുള്ള പവർഫുൾ ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ പറ്റും എന്നുള്ള കാണിച്ചു എന്നുള്ള. ഓക്കെ, സോ ഷീ സ്റ്റുഡ് അപ്പ് അഗെയിൻസ്റ്റ് unfair rules about where people could sit on the bus. അപ്പൊ ഇവിടെ ശരിക്കും ആൾ നിലകൊണ്ടത് എന്തിനെതിരാണ്, അൺഫെയർ ആയിട്ടുള്ള അല്ലെ, ആർക്കും എന്താണ് ന്യായമായിട്ടുള്ള അല്ലെ, ഇവിടെ എന്താണ് അൺഫെയർ ആണ്. സോ അന്യായമായിട്ടുള്ള നിയമങ്ങൾക്കെതിരെയാണ് ആൾ ഇവിടെ എന്ത് ചെയ്തിട്ടുള്ള, നിലകൊണ്ടു എന്നുള്ളതാണ്. ഓക്കെ, സോ ഹെർ ആക്ഷൻസ് വർ ലൈക്ക് എ സ്പാർക്ക്. അവരുടെ ആ ഒരു പ്രവൃത്തി എന്തിനെ പോലെയായിരുന്നു, ഒരു സ്പാർക്ക് പോലെയായിരുന്നു. ദാറ്റ് സ്റ്റാർട്ടഡ് എ ബിഗ് മൂവ്മെന്റ് ഫോർ ഫെയർനെസ് അല്ലെ, ആ ന്യായത്തിന് വേണ്ടിയിട്ടുള്ള വലിയൊരു മൂവ്മെന്റ് തന്നെ തുടങ്ങി വെച്ചിട്ടുള്ള ഒരു ആക്ഷൻ ആയിരുന്നു നമ്മുടെ റോസ പാർക്സിന്റെ എന്നുള്ള. സോ ഷീ റിമൈൻഡ്സ് us that even one person's bravery can make a big difference. ശരിക്കും ഇവിടെ റോസ പാർക്സ് എന്താ നമ്മളെ റിമൈൻഡ് ചെയ്യുന്നതെന്ന് അറിയോ, എന്താ ഓർമ്മിപ്പിക്കുന്നത്,
ഒരൊറ്റ വ്യക്തിയുടെ ആ ഒരു ആക്ഷൻ വലിയ എന്ത് ചെയ്യും, വലിയൊരു ബിഗ് ഡിഫറൻസ് തന്നെ ക്രിയേറ്റ് ചെയ്യും എന്നുള്ളതാണ്. ഒരാള് ചിന്തിച്ചാൽ വരെ മതി എന്നുള്ള. സോ നോക്ക്, ആൻഡ് ദാറ്റ് ഈസ് ഇമ്പോർട്ടന്റ് ടു സ്റ്റാൻഡ് അപ്പ് ഫോർ വാട്ട്സ് റൈറ്റ്. എന്താണോ ശരി അല്ലെ, വാട്ട്സ് റൈറ്റ്, എന്താണോ ശരി അതിന് വേണ്ടിയിട്ട് നമ്മൾ സ്റ്റാൻഡപ്പ് ചെയ്യുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഈവൻ ഇറ്റ്സ് ഹാർഡ്, ഈവൻ ഇഫ് ഇറ്റ്സ് ഹാർഡ്, അത് ഭയങ്കര കഠിനമാണെങ്കിലും. Okay, so her quiet strength and unwavering determination, അവളുടെ ആ ഒരു ബലം, സ്ട്രെങ്ത്, അതേപോലെ തന്നെ പകരം വെക്കാനില്ലാത്ത അവളുടെ ആ ഒരു ഡിറ്റർമിനേഷൻ അല്ലെ, അവളുടെ ദൃഢനിശ്ചയമൊക്കെ എന്താണ്, serve as an example to others, മറ്റുള്ള ആളുകൾക്ക് ഒരു എക്സാമ്പിൾ ആഡ് ചെയ്തില്ല. So encouraging them to stand up for their beliefs and fight for what is right. എന്തിനെ എൻകറേജ് ചെയ്യുന്നുണ്ട് അത് ബാക്കിയുള്ള ആളുകളൊക്കെ, എന്താണോ അല്ലെ what is right, അപ്പൊ അതിന് വേണ്ടിയിട്ട് സ്റ്റാൻഡപ്പ് ചെയ്യാനും നിലകൊള്ളാൻ വേണ്ടിയിട്ട് നമ്മളെ എൻകറേജ് ചെയ്യുന്നുണ്ട് എന്നുള്ള. So her story teaches as to fight against unfairness. അപ്പോൾ നമ്മുടെ റോസാ പാർക്സിന്റെ ഈ ഒരു സ്റ്റോറി ശരിക്കും നമ്മൾ എന്താ പഠിപ്പിക്കുന്നടാ, നോക്ക്, ടു ഫൈറ്റ് അഗെയിൻസ്റ്റ് അൺഫെയർനെസ് അല്ലെ, അന്യായമായിട്ടുള്ള കാര്യങ്ങൾക്കെതിരെ ഫൈറ്റ് ചെയ്യാൻ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. ആൻഡ് ട്രീറ്റ് എവറി വൺ വിത്ത് റെസ്പെക്ട്, എല്ലാ ആളുകളെയും എന്ത് ചെയ്യാം, ബഹുമാനത്തോട് കൂടിയിട്ട് നമ്മൾ ട്രീറ്റ് ചെയ്യണം എന്നുള്ളതാണ് ഈ റോസാ പാർക്സിന്റെ ഈ ഒരു സ്റ്റോറിയിൽ നമ്മളെ പഠിപ്പിക്കുന്നത് എന്നുള്ളതല്ലേ. ഓക്കെ, സോ സെറ്റ് അല്ലടാ, സെറ്റ് അല്ലേ? സോ ഈ നോട്ടൊക്കെ നമ്മുടെ കമ്മ്യൂണിറ്റി വാട്സപ്പ് ഗ്രൂപ്പിൽ നിങ്ങൾക്ക് അവൈലബിൾ ആണ് കേട്ടോ. ഓക്കെ അല്ലേ? സോ ഈ ഒരു ചാപ്റ്റർ ഒക്കെ മനസ്സിലായല്ലോ, ക്യാരക്ടർ സ്കെച്ച് മനസ്സിലായല്ലോ. സോ അങ്ങനെയാണെങ്കിൽ നമ്മൾ ഇനി നെക്സ്റ്റ് ചാപ്റ്ററിലേക്ക് പോകണം കേട്ടോ. ദ സോവർ ബൈ വിക്ടർ മാരി ഹ്യൂഗോ. ഓക്കെ, സോ ഈ ഒരു ചാപ്റ്ററിലേക്ക് പോവാണ് നമ്മൾ ഇനി. സോ ഈ ഒരു ചാപ്റ്റർ നമ്മൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലെ. അപ്പൊ ഇനി പറയാൻ പോകുന്നത് എളുപ്പത്തിൽ എന്താണ് ഈ ഒരു പോയത്തിൽ പറയുന്നത് എന്നുള്ളതാണ് കേട്ടോ. ഈ ഒരു പോയിന്റ് എന്തൊക്കെയാണ് ശരിക്കും നമ്മളോട് പറയുന്നത്. അപ്പൊ ഇതിന്റെ ഒരു ടോട്ടൽ അല്ലെ, ഒരു ചെറിയ ഒരു സമറിയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, സോ നോക്കും, ഇവിടെ ആരായിരുന്നു നമ്മുടെ മെയിൻ താരട, ആരാണ്, ഫാമർ ആണ് അല്ലെ, ഒരു ഫാമർ ആണ്. സോ even though it is getting dark, is working hard in his field. അവിടെ മൊത്തം എന്താവുന്നുണ്ട്, ഡാർക്ക് ആവുന്നുണ്ട്. ഓക്കെ, പക്ഷെ ആ ഡാർക്ക് ആയിട്ടും ഈ ഫാമർ അവിടെ ഇങ്ങനെ ആ ഫീൽഡിൽ പാടത്തിന്റെ ഹാർഡ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്നുള്ള അല്ലെ. ഓക്കെ, സോ നോക്ക്, ഓൾ പീപ്പിൾ ഹാവ് ഗോൺ ആഫ്റ്റർ ദെയർ വർക്ക്. എല്ലാ ആളുകളും എന്ത് ചെയ്തിട്ടുണ്ട്, അവരുടെ ആ വർക്ക് ഒക്കെ കഴിഞ്ഞ എല്ലാ ആളുകളും പോയി അല്ലെ. ഓൾ പീപ്പിൾ ഹാവ് ഗോൺ, എല്ലാ ആളുകളും പോയിട്ടുണ്ട്. ബട്ട് ദിസ് ഫാമർ whom the poet meets is still in the farm puffing and preparing the soil for sowing the seeds. പക്ഷേ ഈ ഒരു ഫാമർ എന്താ ചെയ്യുന്നത്, പോയിന്റ് കണ്ടല്ലേ, പോയിന്റ് മീറ്റ് ചെയ്തിട്ടുള്ള ഈ ഫാമർ എന്താ ചെയ്യുന്നത് അറിയോ, ഹു ഈസ് സ്റ്റിൽ ഇൻ ദ ഫാം, ആളപ്പോഴും ആ ഒരു ഫാമിൽ തന്നെ നിന്നിട്ട് പ്ലഫ് ചെയ്യുന്നുണ്ട്, അവിടെ പ്ലഫ് ചെയ്യുന്നുണ്ട്. ആൻഡ് ആ സോയിൽ മൊത്തം അല്ലേ, അവിടെയൊക്കെ സീഡ്സ് ഇങ്ങനെ ഇടാൻ വേണ്ടിയിട്ട്, സീഡ്സ് പാകാൻ വേണ്ടിയിട്ട്, വിത്ത് പാകാൻ വേണ്ടിയിട്ട് അവിടെയൊക്കെ ഇങ്ങനെ റെഡി ആക്കിക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ് കേട്ടോ. ഓക്കെ, സോ ദ പോയിന്റ് ഫീൽസ് ഹാപ്പി when he watches this farmer. പക്ഷെ എന്താണ്, പോയിന്റിന് ഭയങ്കര സന്തോഷം തോന്നുകയാണ് ഈ ഒരു ഹാർഡ് വർക്കിംഗ് ആയിട്ടുള്ള ഈ ഒരു ഫാമറിനെ കണ്ട സമയത്ത് അല്ലെ. സോ ദ ഫാമർ ഈസ് മേക്കിംഗ് ഫറോസ് ആൻഡ് ദസ് പ്രിപ്പയറിംഗ് ഹിസ് പ്ലോട്ട് ഫോർ സോയിങ് ദ സീഡ്സ്. അപ്പോൾ ഈ പോയിന്റ് ഇങ്ങനെ നോക്കുന്ന സമയത്ത് നമ്മുടെ ഈ ഫാമർ അവിടെ എന്താ ചെയ്യുന്നതെന്ന് അറിയടാ, നോക്ക്, മേക്കിംഗ് ഫറോസ് എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ, അവിടെ ഒക്കെ ഇങ്ങനെ എന്ത് ചെയ്യുന്നുണ്ട്, ചാലുകൾ ഇങ്ങനെ ഉണ്ടാക്കുന്നുണ്ട്. ഓക്കെ, ചെറിയ ഇങ്ങനെ വരമ്പ് പോലെ ഉണ്ടാക്കൂലേ. അപ്പൊ അവിടെ എന്തിടണം, വിത്ത് അല്ലെ, ഫോർ സോയിങ് ദ സീഡ്സ്, വിത്ത് ഇങ്ങനെ സോ ചെയ്യാൻ വേണ്ടിയിട്ട്, പാകാൻ വേണ്ടിയിട്ട്. സോ എന്നിട്ട് അങ്ങനെ പ്രിപ്പയർ ചെയ്യാണ് ആളുടെ ഫീൽഡ്. ഓക്കെ, സോ ആഫ്റ്റർ സോയിങ് ദ സീഡ്സ് ഹി കൻ ഹാപ്പിലി ഗെറ്റ് റെഡി ഫോർ ദ ഹാർവെസ്റ്റ്. അങ്ങനെ ഇവിടെ ഇങ്ങനെ വിത്ത് പാകിയിട്ട് ഈ ഫാമറിന് എന്ത് ചെയ്യാൻ പറ്റും, റെഡി ആയിട്ട് നിൽക്കാൻ പറ്റും ഹാർവെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെ. ഈ എന്താണ്, ഈ വിളൊക്കെ എന്താണ്, പിന്നെ കൊയ്യല്ലോ. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഹാർവെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒക്കെ റെഡി ആയിക്കൂടെ. അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷനാണ് നമ്മുടെ ഫാമർ എന്നുള്ളതാണ്. സോ ദ ഫാമർ വർക്ക്സ് എവരിവെയർ in this farm by preparing the soil for sowing. അങ്ങനെ എല്ലാ സ്ഥലത്തും ഇങ്ങനെ ഫാമർ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇങ്ങനെ നടക്കുന്നുണ്ട് കേട്ടോ, ടു ആൻഡ് ഫ്രോ ഇങ്ങനെ നടക്കുകയാണ്. കാരണം നിലമൊക്കെ എന്ത് ചെയ്യുക, സെറ്റ് ആക്കാണ് ആ വിത്ത് പാകാൻ വേണ്ടിയിട്ട്. സോ he scatters the precious seeds. സ്കാറ്റർ അല്ലെ, സ്കാറ്റർ എന്ന് പറഞ്ഞാൽ എന്താടാ, ഇങ്ങനെ ഇടുന്നേനാ അല്ലെ, ഇങ്ങനെ ചിതറി ഇങ്ങനെ ഇടുന്നുണ്ട്. with much care, നല്ല കരുതലോട് കൂടിയിട്ടാ, ആൻഡ് enthusiasm അല്ലെ, നല്ല ഇൻട്രസ്റ്റിൽ ഇങ്ങനെ വളരെ നല്ല ഒരു പ്രതീക്ഷയോട് കൂടിയിട്ട് ഇങ്ങനെ സ്കാറ്റർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സോ ആഫ്റ്റർ some time the sunlight diminishes slowly. അങ്ങനെ ഇതൊക്കെ ആര് കാണാം, നമ്മുടെ പോയിന്റ് ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുക ഈ ഫാമർ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ. അപ്പൊ കുറച്ച് കഴിഞ്ഞ സമയത്ത് സൺലൈറ്റ് എന്താണ് പെട്ടെന്ന് ഡിമിനിഷ് ആകുന്നുണ്ട്, അതൊക്കെ ഇല്ലാതാവുന്നുണ്ട് അല്ലെ. അവിടെയൊക്കെ ഇരുട്ട് മൂടാണ്. അപ്പോഴും നമ്മുടെ ഫാമർ എവിടെയുണ്ട്, ആ ഒരു ഫീൽഡിൽ ഉണ്ട് എന്നുള്ള കേട്ടോ. സോ ഇറ്റ് ഈസ് ഗെറ്റിംഗ് ഡാർക്ക്, അവിടെ മൊത്തം ഇരുട്ടാവുന്നുണ്ട്. സോ ദ സൈറ്റ് ഓഫ് ദ ഫാമർ
who is like a royal and dignified person touches the skies. അപ്പോ പിന്നീട് നമ്മുടെ പോയിന്റിനെ ഞാൻ നോക്കുമ്പോ ഈ ഫാമറിന്റെ അല്ലേ, ഈ ഫാമർ ഇങ്ങനെ നിൽക്കുന്നത് എന്തിനു പോലെ തോന്നുന്നുണ്ട് എന്നറിയോ? നീല വരുമല്ലോ. അപ്പൊ ആ നീലൊക്കെ ഇങ്ങനെ അല്ലെ, അപ്പൊ അവിടെ ഇങ്ങനെ ഡാർക്ക് ആവുന്നുണ്ട്. അപ്പൊ ഈ പോയിന്റിന്റെ ഷേഡോ, ഫാമറിന്റെ ഷേഡോ മാത്രമേ നമ്മുടെ പോയിന്റിന് കാണുന്നുണ്ടായിരുന്നുള്ളൂ. അപ്പൊ പതുക്കെ പതുക്കെ അവിടെ മൊത്തം ഡാർക്ക്നെസ് ആയപ്പോ പിന്നെന്താണ്, ആളുടെ ഹൈറ്റ് സ്കൈനെ ടച്ച് ചെയ്യുന്ന പോലെ തോന്നിയെന്നുള്ള, അതായത് പിന്നെ ആളൊന്നും പിന്നെ മര്യാദയ്ക്ക് കാണൂല അല്ലെ, അത്ര വിസിബിൾ അല്ല എന്നുള്ള അത്രയും ഡാർക്ക്നെസ് അവിടെ ഉണ്ടായിട്ടുണ്ട്. ഓക്കെ, സോ അപ്പൊ അത്രയും ഡെഡിക്കേറ്റഡ് ആയിട്ട് തന്റെ ഫീൽഡിൽ പണിയെടുക്കുന്ന ഫാമറെ ഇവിടെ എന്താ പോയിട്ട് പറയുന്നടാ? ദ പോയിന്റ് ഡിസ്ക്രൈബ്സ് ദ ഫാമേഴ്സ് ആസ് എ, അല്ലെ, ഈ ഫാമറിനെ അല്ലെ എന്തായിട്ടാണ് പറയുന്നത് എന്നുള്ള, എന്തായിട്ടാ പറയുന്നടാ? ആസ് എ ഡിവൈൻ പേഴ്സൺ. അത്രയും നല്ല ഡിവൈൻ ആയിട്ടുള്ള ഒരു പേഴ്സൺ ആയിട്ടാണ് ഇവിടെ നമ്മുടെ പോയിന്റ് പറയുന്നത് എന്നുള്ള. കാരണം അത്രയും സിൻസിയർ ആയിട്ട് ആള് വർക്ക് ചെയ്യുന്നത് കൊണ്ടാണ് കേട്ടോ. ഓക്കെ, അപ്പൊ ഇത്രയും പറയുമ്പോൾ തന്നെ നമുക്ക് എന്ത് ക്ലിയർ ആയി? എന്താണ് ഇവിടെ അല്ലെ, എന്താണ് ഇവിടെ പോയിന്റ് ഈ ഒരു പോയത്തിൽ പറയുന്നത് എന്നുള്ളത് ക്ലിയർ ആയല്ലോ. പക്ഷേ എക്സാമിൽ നമുക്ക് ക്വസ്റ്റ്യൻസ് വരിക ഏത് ഭാഗത്ത് നിന്നാണെന്നറിയോ? ഫിഗേഴ്സ് ഓഫ് സ്പീച്ച് ഇതാണ് കേട്ടോ. അപ്പൊ ഫിഗേഴ്സ് ഓഫ് സ്പീച്ച് തന്ന ഏതെങ്കിലുമൊക്കെ ലൈൻ അങ്ങോട്ട് തരും, എന്നിട്ട് അങ്ങോട്ട് ചോദിക്കും അല്ലെ, ഇതല്ലേ ഫിഗേഴ്സ് ഓഫ് സ്പീച്ച് ഏതാന്ന് ചോദിക്കും. അപ്പൊ ചോദിക്കുന്ന സമയത്ത് നമുക്ക് ഉത്തരം കിട്ടണ്ടേ? ഉത്തരം കിട്ടണം എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണടാ? കൃത്യമായിട്ട് എന്താ അലിട്രേഷൻ, എന്താ സിമിലി, എന്താ മെറ്റോഫർ, എന്താ പേഴ്സോണിഫിക്കേഷൻ എന്നുള്ളത് നമുക്കറിയണം. വേണ്ടേ? വേണം. ഓക്കെ, സോ നോക്ക് അലിട്രേഷൻ. അപ്പൊ അലിട്രേഷൻ എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ? റിപ്പീറ്റേഷൻ ഓഫ് ഇനീഷ്യൽ കോൺസണന്റ് സൗണ്ട്. അതായത് കോൺസണന്റ് സൗണ്ട്, കോൺസണന്റ് സൗണ്ട് എന്ന് പറഞ്ഞാൽ ഏതൊക്കെയാണെടാ? ക്, ബ്, ട്, മ്, സ് എന്നുള്ളതൊക്കെയാണ് അല്ലെ. അതായത് വവൽ ലെറ്റേഴ്സ് അല്ലാതെ എ ഐ ഒ യു അല്ലാതെ വരുന്ന ലെറ്റേഴ്സ് ആണ് നമ്മൾ കോൺസണന്റ് ലെറ്റേഴ്സ് എന്ന് പറയാം. അപ്പൊ അതിൽ നിന്ന് വരുന്ന സൗണ്ടുകൾ ഉണ്ടാവല്ലോ, അപ്പൊ അതാണ് എന്ത്? കോൺസണന്റ് സൗണ്ട്സ് എന്ന് പറഞ്ഞാൽ. ലൈക്ക് ക്, ബ്, ട്, മ്, സ് എന്ന് തുടങ്ങിയിട്ട് അങ്ങനെ വരുന്ന അല്ലെ വ്യഞ്ജനാക്ഷരങ്ങളിൽ നിന്ന് വരുന്ന സൗണ്ടുകളാണ്. സോ ആ സൗണ്ട് ഒരു വരിയില് റിപ്പീറ്റഡ് ആയിട്ട് വരുന്നുണ്ടോ എന്ന് നോക്കാം. അത് എന്താണ്? വാക്കിന്റെ ആദ്യത്തിൽ വരണം. ഓക്കെ, സോ ഇവിടെ നോക്ക്, ഷാഡോസ് ഷൂട്ട് അക്രോസ് ദ ലാൻഡ് അല്ലെ, ഷാഡോസ് ഷൂട്ട്. അപ്പൊ റിപ്പീറ്റഡ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇവിടെ നോക്ക്, ബട്ട് വൺ സോവർ ലിംഗേഴ്സ് സ്റ്റിൽ, ബട്ട് വൺ സോവർ ലിംഗേഴ്സ് സ്റ്റിൽ, സൗണ്ട് റിപ്പീറ്റഡ് ആയിട്ട് വന്നു. ഇവിടെ നോക്ക്, ഫ്രം ഹിസ് ഹാൻഡ്, സൗണ്ട് റിപ്പീറ്റഡ് ആയിട്ട് വന്നിട്ടുണ്ട് അല്ലെ. ഇവിടെ നോക്ക്, ടു സീ ഹിം സ്ട്രൈഡ്, സൗണ്ട് റിപ്പീറ്റഡ് ആയിട്ട് വന്നു. ഓക്കെ, ഇവിടെ നോക്ക്, ഡാർക്ക്നെസ് ഡീപ്പൻസ്, ഡാർക്ക്നെസ് ഡീപ്പൻസ് അല്ലെ, ഡി സൗണ്ട് ആണ് ഇവിടെ റിപ്പീറ്റഡ് ആയിട്ട് വന്നത്. ഇവിടെ നോക്ക്, സീംസ് ടു ടച്ച് ദ സ്റ്റാറി സ്കൈസ്, ഇവിടെയും സൗണ്ട് റിപ്പീറ്റഡ് ആയിട്ട് വന്നിട്ടുണ്ട്. സോ ഇതൊക്കെ എന്തിന്റെ എക്സാമ്പിൾ ആണടാ? യെസ്, ദീസ് ആർ എക്സാമ്പിൾസ് ഫോർ അലിട്രേഷൻ അല്ലെ, അലിട്രേഷൻ എക്സാമ്പിൾ ആണ്. സോ അലിട്രേഷൻ ക്ലിയർ ആയിട്ടുണ്ടല്ലോ. യെസ്, ഓക്കെ. എന്താടാ ഇവിടെ ആരെ കോഫി കുടിക്കാനൊക്കെ വിളിക്കുന്നുണ്ടല്ലോ. ഓക്കെ, സോ നെക്സ്റ്റ് നമ്മൾ പറയാൻ പോകുന്നത് പേഴ്സോണിഫിക്കേഷനെ പറ്റിയിട്ടാണ്. സോ ഇവിടെ പേഴ്സോണിഫിക്കേഷൻ എന്ന് കേൾക്കുമ്പോൾ തന്നെ അതിൽ പേഴ്സൺ ഒളിഞ്ഞു കിടപ്പുണ്ട് അല്ലെ. ആ പേഴ്സൺ എന്ന് പറഞ്ഞാൽ എന്താണ്? വ്യക്തിയാണ് അല്ലെ, ഒരു ഇൻഡിവിജ്വൽ ആണ് നമ്മൾ പേഴ്സൺ എന്ന് പറയാം. സോ മനുഷ്യന്മാരുടെ ഹ്യൂമൻ ബീയിങ്ങിന്റെ ക്വാളിറ്റി നമ്മൾ ഒരു ഇനാനിമേറ്റ് ആയിട്ടുള്ള ഒബ്ജക്റ്റിനെ ആട്രിബ്യൂട്ട് ചെയ്ത് കൊടുക്കുന്നതിനാണ് എന്ത് പറയാം? പേഴ്സോണിഫിക്കേഷൻ എന്ന് പറയാം. അതായത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് ഡാൻസ് ചെയ്യാൻ പറ്റും അല്ലെ, നമുക്ക് സിംഗ് ചെയ്യാൻ പറ്റും, നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും? നമുക്ക് ചെയ്യാൻ പറ്റുന്ന കുറെ ആക്ടിവിറ്റീസ് ഉണ്ട്, നമ്മുടെ ക്വാളിറ്റീസ് ഉണ്ട് അല്ലെ നമ്മുടെ ഹ്യൂമൻ ബീങ്സിന്റെ. അപ്പൊ ഇതൊക്കെ പലപ്പോഴും നമ്മൾ എന്ത് ചെയ്യുന്ന അടിപൊളിയായിട്ട് പോകാൻ എഴുതുന്ന സമയത്ത് ജീവനില്ലാത്ത പല സാധനങ്ങൾക്കും നമ്മൾ എന്ത് ചെയ്യുന്നു? ആട്രിബ്യൂട്ട് ചെയ്ത് കൊടുത്ത് നമ്മൾ പറയാറുണ്ട്. അങ്ങനെ നിങ്ങൾ കണ്ടോ? അങ്ങനെയാണെങ്കിൽ അതെന്തിന്റെ എക്സാമ്പിൾ ആണെന്ന് അറിയോ? യെസ്, ഡെഫിനറ്റ്ലി ഇറ്റ്സ് പേഴ്സോണിഫിക്കേഷൻ. ഓക്കെ, അത് പേഴ്സോണിഫിക്കേഷൻ ആണ് എന്നുള്ള. സോ നോക്ക്, ടു ലൈറ്റ് ഹാസൻസ് ഓൺ ടു റൂൾ. ഈ ഒരു ചാപ്റ്ററിലെ ഈ ഒരു പോയത്തിലെ പേഴ്സോണിഫിക്കേഷന്റെ എക്സാമ്പിൾ ആണ് കേട്ടോ ഇത്. ടു ലൈറ്റ് ഹാസൻസ് ഓൺ ടു റൂൾ എന്നുള്ളതാണ്. ടു ലൈറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇവിടെ സൺസെറ്റ് അല്ലെ, ആ ഒരു ഈവനിങ് ടൈമിനാണ് ഇവിടെ കാണിക്കുന്നത്. സോ അത് ഹാസൻ ചെയ്യുന്നു എന്നാ പറയാം. അത് പെട്ടെന്ന് എന്താണ്? സ്പീഡപ്പ് ചെയ്തിട്ട് അവിടെ മൊത്തം ഭരിക്കുന്നു എന്നുള്ള രീതിയിലാണ്. അതായത് അവിടെ മൊത്തം പിന്നെ ഡാർക്ക്നെസ് ആയി എന്നുള്ളത് പറയുന്നത് അല്ലെ. സോ ഹാസൻസ് ആൻഡ് റൂൾ എന്നൊക്കെ പറഞ്ഞാൽ ശരിക്കും എന്താണ്? അതൊക്കെ ഹ്യൂമൻസിന്റെ ക്വാളിറ്റി ആണ്. പക്ഷെ ഇവിടെ നമ്മൾ ടു ലൈറ്റിന്, ആ ഒരു ഈവനിങ് ടൈമിന്, ആ ഒരു ടൈമിൽ നമ്മൾ ഇവിടെ ആട്രിബ്യൂട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പൊ അതിന്റെ എക്സാമ്പിൾ ആണ് പേഴ്സോണിഫിക്കേഷന്റെ എക്സാമ്പിൾ ആണ് എന്നുള്ള. ചിലപ്പോൾ നമ്മൾ ഇങ്ങനെയൊക്കെ പറയും, സ്മൈലിംഗ് സൺ എന്നൊക്കെ പറയും അല്ലെ, സണ്ണ് സ്മൈൽ ചെയ്യുന്നു എന്നുള്ള രീതിയിലൊക്കെ. അപ്പൊ എന്താണ്? സണ്ണ് സ്മൈൽ ചെയ്യോ? ഇല്ല, അത് നമ്മുടെ ക്വാളിറ്റി ആണ്, പക്ഷെ നമ്മൾ അത് സണ്ണിന് ആട്രിബ്യൂട്ട് ചെയ്ത് കൊടുത്തു. അപ്പൊ അങ്ങനെ പറയുന്നുണ്ടോ? അങ്ങനെ പറയുന്നുണ്ടെങ്കിൽ അത് പേഴ്സോണിഫിക്കേഷൻ ആണ്. സോ നെക്സ്റ്റ് വൺ ഈസ് ഹൈപ്പർബലെ. ഹൈപ്പർബലെ എന്ന് കേൾക്കുമ്പോൾ, ഹൈപ്പർ എന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം ഹൈപ്പർ ടെൻഷൻ, ഹൈപ്പർ മാർക്കറ്റ്, ഇതൊക്കെ പറയുമ്പോൾ എന്താ?
വലിയ മാർക്കറ്റ് അല്ലേ, വലിയ മാർക്കറ്റ്, ദെൻ വലിയ ഭയങ്കരമായിട്ടുള്ള ടെൻഷൻ, ഇതിനൊക്കെ നമ്മൾ എന്ത് ചെയ്യും, ഹൈപ്പർ എന്ന് പറയാറുണ്ട്. സോ ഇവിടെ എന്താണ് ഹൈപ്പർ ബലെ എന്ന് പറയുമ്പോൾ, എടാ ഒന്നുമില്ലടാ, നോർമലായിട്ട് നമ്മൾ പറയുന്ന കാര്യം അത് കറക്റ്റ് എഫക്റ്റോട് കൂടിയിട്ട് കേൾക്കുന്ന ആൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് അതങ്ങോട്ട് എക്സാജറേറ്റ് ചെയ്ത് പറയാം കേട്ടോ, വലിയതാക്കി പേരിപ്പിച്ച് പറയുന്നതിനാണ് നമ്മൾ എന്ത് പറയാം, ഹൈപ്പർ ബലെ എന്ന് പറയാം. സോ നോക്ക്, എക്സാജറേഷൻ, എക്സ്ട്രീം എക്സാജറേഷൻ ടു മേക്ക് എ പോയിന്റ് ഓർ ഷോ എംഫസൈസ്. നമ്മൾ ഏതെങ്കിലും ഒരു പോയിന്റ് അല്ലേ കറക്റ്റ് പറയാൻ വേണ്ടിയിട്ട് നമ്മൾ ഓവറായിട്ട് എക്സാജറേറ്റ് ചെയ്യുന്ന. സോ നോക്കും, ഹിസ് height seems to touch the starry skies. ഇവിടെ എന്താ പറഞ്ഞിട്ടുണ്ട്, പോയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഈ ഫാമറിന്റെ അല്ലെ, ഫാമറിന്റെ ഹൈറ്റ് ആകാശം, ഈ ആകാശം എന്ത് ചെയ്യുന്നുണ്ട്, ടച്ച് ചെയ്യുന്നുണ്ട് എന്നാ പറഞ്ഞത്. ശരിക്കും ആളുടെ ഹൈറ്റ് ആകാശം ടച്ച് ചെയ്യോ? മനുഷ്യൻ എവിടെ കിടക്കുന്നത് അല്ലെ, മനുഷ്യൻ എവിടെ കിടക്കുന്നത്, ദെൻ സ്കൈ എവിടെ കിടക്കുന്നത്, നമ്മളെ മുട്ടൂല. പക്ഷെ ആ ഒരു കാര്യം കറക്റ്റ് നമുക്കത് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ്, അവിടെ എത്രത്തോളം ഡാർക്ക്നെസ് ഉണ്ട് എന്നുള്ളത് അല്ലെ, ആ ഒരു ടൈമും ആൾ എത്രത്തോളം വിസിബിൾ അല്ല, ഇതൊക്കെ ആ ഒരു കറക്റ്റ് കാണിക്കാൻ വേണ്ടിയിട്ട്, ആ പോയിന്റ് നമ്മളിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് പോയിട്ട് ഇവിടെ എക്സ്ട്രീം ആയിട്ട് എക്സാജറേറ്റ് ചെയ്തിട്ടുള്ളത് എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ ഇങ്ങനെ നിങ്ങൾ കാണുന്നുണ്ടോ? അങ്ങനെയാണെങ്കിൽ അത് എന്തിന്റെ എക്സാമ്പിൾ ആണടാ, അത് ഹൈപ്പർബലേക്ക് എക്സാമ്പിൾ ആണ് എന്നുള്ള. ഓക്കെ, സോ ഇനി നമ്മുടെ അടുത്ത ചാപ്റ്ററിലേക്ക് പോവാണ്, ദ വില്ലേജ് ബ്ലാക്സ്മിത്ത് ബൈ H.W. ലോങ്ഫെല്ലോ. ഓക്കെ, യെസ്, നമ്മുടെ അടുത്ത പോം ആയിട്ടുള്ള ദ വില്ലേജ് ബ്ലാക്സ്മിത്ത് എന്ന് പറഞ്ഞിട്ടുള്ള ചാപ്റ്റർ ആണ് അല്ലെ, നമ്മുടെ ലാസ്റ്റ് ആയിട്ടുള്ള പോമാണ്. സോ ഇത് ആരെ പറ്റിയിട്ടാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്? ഹിയർ യു ക്യാൻ സീ എ പിക്ചർ അല്ലെ, ഇവിടെ നിങ്ങൾക്ക് ഒരു പിക്ചർ കാണാൻ പറ്റുന്നുണ്ട്. ആൻഡ് ഇത് ആരാണ്, ഹു ഈസ് ദിസ്, ഇതാരാണടാ, ഇത് ബ്ലാക്ക് സ്മിത്ത് ആണ് അല്ലെ, കൊല്ലപ്പണി ചെയ്യുന്ന ആളാണ് എന്നുള്ള. നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാവും ചിലപ്പോൾ അല്ലെ, നിങ്ങളുടെ നാട്ടിലൊക്കെ ഉണ്ടാവും ചെറിയ സ്മിതികളൊക്കെ ഉണ്ടാവും, ചെറിയ ആലകളൊക്കെ ഉണ്ടാവും. എന്നിട്ട് ആലകളിൽ ഇതേപോലെയുള്ള ബ്ലാക്ക് സ്മിത്തിനൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, കാണാൻ പറ്റും അല്ലെ. സോ ഇവിടെ നോക്ക്, നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് യെസ് അപ്രിസിയേഷൻ ആണ് കേട്ടോ. നേരത്തെ നമ്മൾ സമ്മറി ആണ് ഡിസ്കസ് ചെയ്തത്. അങ്ങനെയാണെങ്കിൽ ഇവിടെ നമ്മൾ നൗ വി ആർ ഗോയിങ് ടു ഡിസ്കസ് ദ അപ്രിസിയേഷൻ. ഓക്കെ, അപ്രിസിയേഷൻ ഓഫ് ദ പോം ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ എടാ, ഒരു അപ്രിസിയേഷൻ എഴുതുന്ന സമയത്ത് നമ്മൾ ആദ്യം ആരെ പറ്റി എഴുതണം എന്നറിയാം? യെസ്, അബൌട്ട് ദ പോയറ്റ്. ആ പോം ആരാണോ എഴുതിയിട്ടുള്ളത് ആ പോയറ്റിനെ നമ്മൾ അവിടെ പറയണം. ദെൻ അതേപോലെ തന്നെ പോയറ്റിന്റെ തീം എന്താണോ, ദെൻ എന്താണോ അതിന്റെ മീനിങ് അല്ലെ, അതിന്റെ ഒരു സമറി ഒക്കെ ഒന്ന് നമ്മൾ അവിടെ കൊടുക്കണം എന്നുള്ളതാണ്. ദെൻ അതേപോലെ തന്നെ പോയറ്റിക് ഡിവൈസസ് എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു, ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ, അലിട്രേഷൻ, അസറൻസ്, പെർസോണിഫിക്കേഷൻ, ഇങ്ങനെ കുറെ സംഭവം ഉണ്ടാവും. അപ്പോൾ അതൊക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, അപ്രിസിയേഷനിൽ നമ്മൾ അത് പറയണം എന്നുള്ളതാണ്. ദെൻ അതേപോലെ തന്നെ അതിൽ നല്ല ഹാപ്പി മൂഡാണോ, അതേപോലെ തന്നെ ലാംഗ്വേജ് നിങ്ങൾക്ക് പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ പറ്റുന്നതാണോ, നല്ല ഈസി ലാംഗ്വേജ് ആണോ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ അറിയണം. ഓക്കെ, ദെൻ അത് കഴിഞ്ഞിട്ട് ലാസ്റ്റ് നിർത്തുമ്പോൾ കൺക്ലൂഷനിൽ നമ്മൾ എന്താ പറയണ്ടേ, എന്തായിരുന്നു പോയറ്റിന്റെ ശരിക്കുള്ള ഇന്റൻഷൻ, എന്താ പോയറ്റ് നമുക്ക് തരുന്ന മെസ്സേജ് എന്താണ് എന്നുള്ളതൊക്കെ നമ്മൾ അവിടെ പറയണം. ദെൻ അതേപോലെ തന്നെ നിങ്ങൾക്ക് ഈ ഒരു പോം വായിച്ചിട്ട് നിങ്ങൾക്ക് തോന്നുന്ന നിങ്ങളുടെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ ഉണ്ടാവുമല്ലോ, നിങ്ങൾക്ക് ഈ പോം ഭയങ്കര ഇഷ്ടമായോ, എന്താണ് ഈ പോം തരുന്ന മെസ്സേജ് അല്ലെ, നിങ്ങളിൽ എന്താണ് ശരിക്കും, എന്ത് ഇൻസൈറ്റ് ആണ് തരുന്നത്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അവിടെ എഴുതാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് നമ്മൾ അപ്രിസിയേഷൻ എഴുതാം. സോ ഇവിടെ നമ്മൾ ഈ ഒരു പോയത്തിന്റെ അപ്രിസിയേഷൻ പറഞ്ഞതോട് കൂടിയിട്ട് ഈ ഒരു ചാപ്റ്ററിന്റെ കാര്യങ്ങൾ നിങ്ങൾക്ക് ക്ലിയർ ആവും. സോ ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് നമുക്ക് പാസേജ് വൈസ് ക്വസ്റ്റ്യൻസ് വന്നാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതിനുള്ള ആൻസർ, വൺ വേർഡ് ആൻസർ ഒക്കെ ഉണ്ടാവും അല്ലെ. അപ്പോൾ എന്താണ്, ഒരു സെന്റൻസ്, സിംഗിൾ സെന്റൻസിൽ നമ്മൾ ആൻസർ ചെയ്യേണ്ടിയൊക്കെ വരും. അപ്പൊ അങ്ങനെയാണെങ്കിൽ അതിനൊക്കെയുള്ള ആൻസർ നിങ്ങൾക്ക് എഴുതാൻ പറ്റും എന്നുള്ളത്. ഓക്കെ, സോ നോക്ക് കേട്ടോ, ശ്രദ്ധിച്ചോ. Henry Wordsworth Longfellow's poem, The Village Blacksmith, is all about celebrating the hard work and determination of an everyday working man. അല്ലെ, അദ്ദേഹത്തിന്റെ ഈ ഒരു കവിതയിൽ ശരിക്കും എന്തിനാണ് സെലിബ്രേറ്റ് ചെയ്യുന്നത്, ഭയങ്കരമായിട്ട് ഹാർഡ് വർക്ക് ചെയ്യുന്ന നല്ല ഡിറ്റർമിനേഷൻ ഉള്ള, നല്ല ദൃഢനിശ്ചയമുള്ള ഒരു മാനെ പറ്റിയിട്ടാണ് എന്നുള്ള, എന്ന് വർക്ക് ചെയ്യുന്ന അല്ലെ, എവറിഡേ വർക്കിംഗ് മാനെ പറ്റിയിട്ടാണ് പറയുന്നത്. സോ ഇറ്റ് ഷോസ് us how this ordinary blacksmith sets an inspiring example of never giving up. Then ഈ ഒരു പോയിന്റ് നമ്മളോട് എന്താ പറയുന്നതെന്ന് അറിയോ, എന്തിന് എക്സാമ്പിളാണ് നമുക്ക് കാണിക്കുന്നതെന്ന് അറിയടാ, എങ്ങനെയാണ് ഒരു ഓർഡിനറി എന്ന് പറഞ്ഞാൽ എന്താണ്, നോർമൽ ആയിട്ടുള്ള സാധാരണക്കാരനായിട്ടുള്ള ഒരു മനുഷ്യരെ എങ്ങനെയാണ് നമുക്ക് ഗിവ് അപ്പ് ചെയ്യാതെ നമുക്ക് മുന്നോട്ട് പോകുന്ന രീതിയിലുള്ള നല്ല ഒരു കറേജോട് കൂടി, ഡിറ്റർമിനേഷനോട് കൂടിയിട്ട് ഒരിക്കലും പിന്മാറാതെ മുന്നോട്ട് നയിച്ചു പോകുന്ന അല്ലെ ഒരു മനുഷ്യൻ നമുക്ക് എക്സാമ്പിൾ ആവുന്നത് എന്നുള്ളതാണ് ഇവിടെ കാണിക്കുന്നത്. സോ നോക്ക്, even when life throws challenges and sorrows his way, അദ്ദേഹത്തിന്റെ ലൈഫിൽ ഒരുപാട് പ്രതിസന്ധികൾ ഉണ്ടായിട്ടുണ്ട്, ചാലഞ്ചസ് ഉണ്ടായിട്ടുണ്ട്, സോറോസ്, വിഷമങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ അദ്ദേഹം ഗിവ് അപ്പ് ചെയ്യാൻ തയ്യാറല്ലായിരുന്നു എന്നുള്ള അല്ലെ, വളരെ നല്ല രീതിയിൽ തന്നെ അദ്ദേഹം ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട്. ഓക്കെ, സോ നോക്ക്, ഹിയർ
The poem starts by describing the blacksmith workshop under a big chestnut tree. അപ്പോൾ ഈ ഒരു പോയത്തിൽ സ്റ്റാർട്ടിംഗ് ലൈൻ എന്താ പറയുന്നതെന്ന് അറിയാം, ഈ വില്ലേജ് സ്മിതി എവിടെയാണുള്ളത് എന്നുള്ളതാണ്. അണ്ടർ എ ബിഗ് ചെസ്റ്റ്നട്ട് ട്രീ അല്ലെ, വലിയ ഒരു ചെസ്റ്റ്നട്ട് ട്രീന്റെ അടിയിലാണ് എന്നുള്ളതാണ്. ഓക്കെ, സോ ഇറ്റ് പെയിന്റ്സ് a vivid picture of the blacksmith himself, a man who has become strong from years of hard work. ഇവിടെ എന്താ ശരിക്കും ഇത് എന്താ കാണിക്കുന്നതെന്ന് അറിയാം, ഒരു ബ്ലാക്ക് പറ്റിയിട്ടാണ് ഇവിടെ കാണിക്കുന്നത്. ആൻഡ് ബ്ലാക്ക് സ്മിത്ത് മാത്രമല്ല, ആളെന്താണ്, ഒരുപാട് ഒരുപാട് വർഷങ്ങളായിട്ട് ഹാർഡ് വർക്ക് ചെയ്യുന്ന ഒരു മനുഷ്യനാണ് ഈ ഒരു പോയത്തിലൂടെ നമുക്ക് മുന്നിൽ കാണിക്കുന്നത്. സോ ഹിസ് പവർഫുൾ ആംസ്, അദ്ദേഹത്തിന്റെ സ്ട്രോങ് ആയിട്ടുള്ള അല്ലെ, അദ്ദേഹത്തിന്റെ ആംസ് എന്താണ്, കമ്പയർ ടു അയൺ ബാൻഡ്സ്. ഇവിടെ പോയിട്ട് കമ്പയർ ചെയ്യുന്നുണ്ട് ആളെ ഹാൻഡ്സ് എന്തായിട്ടാ കമ്പയർ ചെയ്യുന്നതെന്ന് അറിയടാ, കമ്പയർഡ് വിത്ത് അയൺ ബാൻഡ്സ്, നല്ല ഇരുമ്പ് ബാൻഡ് ആയിട്ടാണ് എന്നുള്ള. ആൻഡ് ഹി ഹാസ് ലോങ് ബ്ലാക്ക് ഹെയർ, നല്ല നീണ്ട കറുപ്പ് ഹെയറും അദ്ദേഹത്തിനുണ്ട്. വിത്ത് എ ടാൻഡ് ഫേസ് ഒക്കെ എന്തായിട്ടുണ്ട്, കരുവാളിച്ചിട്ടുണ്ട് അല്ലെ, വെയിലൊക്കെ കൊണ്ടിട്ട്. സോ ഫ്രം വർക്കിംഗ് ഇൻ ദ ഹാർട്ട് സൺ, നല്ല ചൂടുള്ള എന്താണ് സൂര്യന്റെ താഴെ വർക്ക് ചെയ്തിട്ട്. സോ വാട്ട്സ് റിമാർക്കബിൾ അബൌട്ട് ഹിം ഈസ് his unwavering dedication to his job. അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ അൺറിമാർക്കബിൾ ആയിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ എന്തായിരുന്നടാ, റിമാർക്കബിൾ ആയിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ എന്താടാ, അദ്ദേഹത്തിന്റെ അൺവേവറിംഗ് ആയിട്ടുള്ള ഡെഡിക്കേഷൻ ആണ് അല്ലെ, അദ്ദേഹത്തിന്റെ പകരം വെക്കാനില്ലാത്ത അദ്ദേഹത്തിന്റെ ഡെഡിക്കേഷൻ ആണ്, ആത്മാർത്ഥതയാണ് എന്തില്, അദ്ദേഹത്തിന്റെ ആ ഒരു ജോബിൽ എന്തില്ല. സോ ഹീസ് ഓൾവേസ് അറ്റ് ഹിസ് ഫോർജ്, അദ്ദേഹം എപ്പോഴും എന്താണ് അദ്ദേഹത്തിന്റെ അല്ലെ ആ ഒരു പണിശാലയിൽ ഇങ്ങനെ നിൽക്കായിരിക്കും, അദ്ദേഹത്തിന്റെ കാര്യങ്ങൾ ഇങ്ങനെ ചെയ്യായിരിക്കും. സോ വിത്ത് ദ ബെലോസ് ബ്ലോയിങ് അല്ലെ, എന്നിട്ട് എന്ത് ചെയ്യും, ആ ഒരു ബെലോ ഇങ്ങനെ എന്താണ് കത്തിക്കൊണ്ടിരിക്കുമല്ലോ, അവിടെ നിന്ന് തീയൊക്കെ ഇങ്ങനെ കത്തുന്നുണ്ടാവും. ആൻഡ് ദ റിതമിക് പൗണ്ടിങ് ഓഫ് ഹിസ് ഹെവി സ്ലെഡ്ജ്, എന്നിട്ട് നമുക്ക് എന്ത് കേൾക്കാൻ പറ്റും, റിതമിക് സൗണ്ട് എന്നാ പറയാം, നല്ല താളത്തിലുള്ള ശബ്ദം നമുക്ക് കേൾക്കാൻ പറ്റും. എന്തിന്റെ, ഹെവി സ്ലെഡ്ജ്, നല്ല കനത്തിലുള്ള ഈ സ്ലെഡ്ജോട് ഇങ്ങനെ ടേ 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 എന്ന് പറഞ്ഞ് ഇങ്ങനെ അടിക്കുക അല്ലെ. അപ്പൊ ആ സൗണ്ട് നമുക്ക് ഇങ്ങനെ കേൾക്കാൻ പറ്റും എന്നുള്ളതാണ്. അപ്പൊ അതിന്റെ ഒരു താളാണ് ഇവിടെ പറഞ്ഞത് കേട്ടോ. സോ which has become as familiar to the villagers as the church bell ringing in the evening. So ആ ഒരു വില്ലേജ് സ്മിതിൽ നിന്നുള്ള ആ ഒരു സൗണ്ട് അവിടെയുള്ള ആളുകൾക്കൊക്കെ ഭയങ്കര ഫെമിലർ ആണ് എന്നുള്ള എല്ലാ ആളുകൾക്കും എന്ത് ചെയ്യും, നല്ലോണം അറിയാം. കാരണം എന്താ, സ്ഥിരമായിട്ട് അവിടെയുള്ള വില്ലേജ് പീപ്പിൾ ഇതിങ്ങനെ കേൾക്കല്ലേ. അപ്പം അത് എന്തിനു പോലെ എന്നുള്ളതാണ്, ചേർച്ചിൽ നിന്ന് എന്ത് ചെയ്യും, ആ ഒരു ബെല്ല് ഇങ്ങനെ അടിക്കുന്ന പോലെയാണ് എന്നുള്ള കേട്ടോ. ചേർച്ച് ബെല്ല് ഇങ്ങനെ റിങ് ചെയ്യുന്ന പോലെ എല്ലാവർക്കും ഈ ഒരു സൗണ്ട്, ഈ ബ്ലാക്ക് സ്മിത്ത് ഉണ്ടാക്കുന്ന ഈ ഒരു സൗണ്ട് ഫെമിലർ ആണ്, അതിന്റെ ഒരു താളം. ഓക്കെ, സോ even the children in the village knows the importance of the blacksmith work. അവിടെയുള്ള കുട്ടികൾക്ക് വരെ എന്തറിയാ, ആ ബ്ലാക്ക് സ്മിത്തിന്റെ വർക്കിന്റെ ഇമ്പോർട്ടൻസ് അറിയാ എന്നുള്ളതാണ്. എന്നിട്ട് അവരെന്ത് ചെയ്യുന്നറിയോ, they stop to watch him on their way home from school. അവരെന്ത് ചെയ്യും, അവര് വീട്ടിലേക്ക് പോകുന്ന സമയത്ത്, സ്കൂള് വിട്ട് വീട്ടിലേക്ക് പോകുന്ന സമയത്ത് അവര് ഇവിടെ എത്തുമ്പോൾ അങ്ങോട്ട് നിർത്തും. ഓക്കെ, ഈ ബ്ലാക്ക് സ്മിത്തിന്റെ ആ ഒരു ഷോപ്പിന്റെ അടുത്ത് നിൽക്കുമ്പോ അല്ലെ, അദ്ദേഹത്തിന് ആ ഒരു സ്മിതിന്റെ അടുത്ത് എത്തുമ്പോൾ അവര് അവിടെ നിർത്തും. എന്നിട്ട് എന്താ ചെയ്യാ, എക്സൈറ്റഡ് ബൈ ദ ഫ്ലെയിമിംഗ് ഫോർജ്, അതിങ്ങനെ കത്തുന്ന ആ ഫ്ലെയിം ചെയ്യുന്ന ആ ഫോർജ് കണ്ടിട്ട് ഇവരിങ്ങനെ അത്ഭുതപ്പെട്ട് നോക്കും. സോ ദ റോറിംഗ് ബെലോസ്, നല്ല ശബ്ദത്തിലല്ലേ അതിങ്ങനെ ആ ബെലോന്ന് ആദ്യം ഇങ്ങനെ കത്തുന്നുണ്ടാവും, ഭയങ്കര ശബ്ദം ഉണ്ടാവും. ആൻഡ് ദ സ്പാർക്സ് ഫ്ലൈയിങ് അറൗണ്ട്, അപ്പൊ തീപ്പൊരി എന്ത് ചെയ്യുന്നുണ്ട്, സ്പാർക്സ് അവിടെ ഇങ്ങനെ ഫ്ലൈ ചെയ്തുകൊണ്ടിരിക്കും. കാരണം എന്താണ്, ഇത് കൊല്ലപ്പണിക്കാരന്റെ ആ സ്ഥലമാണ്, അപ്പൊ അവിടെ തീപ്പൊരിക ഉണ്ടാവും. സോ ഓൺ സൺഡേസ് he takes his children to church. അങ്ങനെ ഞായറാഴ്ചയൊക്കെ ഇദ്ദേഹം എന്താ ചെയ്യുക, സൺഡേസിലൊക്കെ എന്താ ചെയ്യുക, he takes his children to church. അദ്ദേഹത്തിന്റെ കുട്ടികളൊക്കെ പള്ളിയിലേക്ക് കൊണ്ടുപോകും. ഓക്കെ, and while he listened to the parson's prayers and his daughter's choir singing, it brings him both joy and sadness. അങ്ങനെ ചർച്ചിലേക്ക് കുട്ടികളൊക്കെ കൊണ്ടുപോയിട്ടും അദ്ദേഹം കറക്റ്റ് അല്ലെ ആ ഒരു പ്രാർത്ഥന ഒക്കെ ഇങ്ങനെ കേൾക്കും. ആൻഡ് അത് മാത്രമല്ല, തന്റെ ഡോട്ടർ സിംഗ് ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യുന്നുണ്ട്, ആ ഒരു വോയിസ് അല്ലെ ഭയങ്കരമായിട്ട് അദ്ദേഹം കേൾക്കുന്നുണ്ട്. അപ്പൊ അത് അദ്ദേഹത്തിന് സന്തോഷം, ജോയ്, അതേപോലെ തന്നെ അദ്ദേഹത്തിന് സാഡ്നെസ് എന്ന് പറഞ്ഞാൽ എന്താടാ, വിഷമവും ശരിക്കും അദ്ദേഹത്തിന് ഉണ്ടാക്കുന്നു എന്നുള്ള അല്ലെ. എന്തുകൊണ്ടാണ് നോക്ക്, the sound of his daughter's voice reminds him of his wife. കാരണം ആ ഡോട്ടറുടെ അല്ലെ ആ ഒരു വോയിസ് ഇങ്ങനെ കേൾക്കുമ്പോൾ ശരിക്കും ആൾക്ക് എന്താണ് ഓർമ്മ വരുന്നതെന്ന് അറിയോ, അദ്ദേഹത്തിന്റെ വൈഫിന്റെ ആ ഒരു സൗണ്ട് ആണ് എന്നുള്ള അല്ലെ, സൗണ്ട് ഓർമ്മ വരും. ഹു ഇസ് നോ ലോങ്ങർ വിത്ത് ദം, ആളെന്തില്ല ഇപ്പൊ അവരുടെ കൂടെ ഇല്ല എന്നുള്ള ആള് മരിച്ചു പോയിട്ടുണ്ടാവും. സോ ആൻഡ് ഹി ഷെഡ്സ് എ ടിയർ, എന്നിട്ട് അതിങ്ങനെ ആലോചിച്ചിട്ട് ആ ഒരു തുള്ളി അല്ലെ ഷെഡ് ചെയ്യും, എന്ത് ടിയർ, കണ്ണുനീര് ഇങ്ങനെ പൊടിക്കും എന്നുള്ള. ആൻഡ് എ റിമൈൻഡർ ഓഫ് ദ ചാലഞ്ചസ്
ലൈഫ് ക്യാൻ ബ്രിങ് അല്ലെ. എന്നിട്ട് എന്താണ് അദ്ദേഹം ഓർമ്മിക്കുക? കാരണം ജീവിതം അദ്ദേഹത്തിന് അല്ലെ ബ്രിങ് ചെയ്തിട്ടുള്ള ചാലഞ്ചസ്, പ്രതിസന്ധികളൊക്കെ അദ്ദേഹം ഇങ്ങനെ ഓർത്തുകൊണ്ട് ഒരു തുള്ളി കണ്ണുനീർ അദ്ദേഹം എന്ത് ചെയ്യും? അവിടെ നിന്ന് ഇങ്ങനെ പൊഴിക്കും എന്നുള്ളതാണ്. കാരണം എന്താണ്, നമ്മൾ ഇത്രയും നേരം പറഞ്ഞിട്ടുള്ളത് ഈ വില്ലേജ് ബ്ലാക്ക് സ്മിത്ത് ഇത്രത്തോളം സ്ട്രോങ് ആണ് എന്നുള്ളതിനെ പറ്റിയിട്ടൊക്കെയാണ്. പക്ഷെ അദ്ദേഹത്തിന് വേറൊരു ഇമോഷണൽ ആയിട്ടുള്ള ഒരു ഭാഗമാണ് നമ്മൾ ഇപ്പൊ പറഞ്ഞിട്ടുള്ളത്. കാരണം ആള് കണ്ണുനീരൊക്കെ വരുന്നുണ്ടല്ലേ, ആർക്കും എന്തുണ്ട്, സാഡ്നെസ് ഉണ്ട്. പക്ഷെ അദ്ദേഹം നല്ല രീതിയിൽ തന്നെ ഗിവ് അപ്പ് ചെയ്യാതെ മുന്നോട്ട് പോവുകയാണ് എന്നുള്ള. Okay, so നോക്ക്, the last two stanzas of the poem sum up the message of the blacksmith life. അങ്ങനെ അവസാനത്തെ 2 stanzയിൽ ബ്ലാക്ക്സ്മിത്തിന്റെ ലൈഫ് നമുക്ക് തരുന്ന മെസ്സേജ് പറഞ്ഞിട്ടാണ് പോയിട്ട് നിർത്തുന്നത്. സോ ഇറ്റ്സ് എ മിക്സ് ഓഫ് ഓർഡിനറി എക്സ്പീരിയൻസസ് അല്ലെ. അപ്പൊ അവസാനത്തെ സ്റ്റാൻസയിൽ ഒക്കെ ശ്രദ്ധിച്ചോ, ടെക്സ്റ്റ് മുന്നിലുണ്ട് എന്നുണ്ടെങ്കിൽ അവസാനത്തെ 2 സ്റ്റാൻസ ഒക്കെ ഒന്ന് നോക്കിക്കോ കേട്ടോ. ഓക്കെ, സോ ആ ലാസ്റ്റ് സ്റ്റാൻസയിൽ എന്തിനെ പറ്റിയിട്ടാണ് പറയുന്നത്? ഇറ്റ്സ് എ മിക്സ് ഓഫ് ഓർഡിനറി എക്സ്പീരിയൻസ് അല്ലെ, സാധാരണയുള്ള അനുഭവങ്ങളുടെ ഒരു മിക്സ് ആണ്. ഓക്കെ, എന്തൊക്കെ അനുഭവം? ഹാർഡ് വർക്ക്, നമ്മുടെ കഠിനാധ്വാനം, ദെൻ ഹാപ്പിനെസ്, സന്തോഷം അല്ലേ, ദെൻ അതേപോലെ തന്നെ വിഷമത്തിന്റെ, സോറോയുടെ ഒക്കെ ഒരു മിക്സ് ആയിട്ടുള്ള കാര്യം നമുക്ക് ആ ലാസ്റ്റത്തെ 2 സ്റ്റാൻഡേർഡിൽ നമുക്ക് കാണാൻ പറ്റുന്നത്. Yet every day he accomplishes something. എല്ലാ ദിവസവും അദ്ദേഹം എന്ത് ചെയ്യുന്നുണ്ട്? എന്തെങ്കിലുമൊക്കെ നേടുന്നുണ്ട്, എന്തെങ്കിലുമൊക്കെ ചെയ്ത് തീർക്കുന്നുണ്ട് അല്ലെ. സോ എന്നിട്ടോ earning a well deserved night sleep. എന്നിട്ട് എന്താ ചെയ്യുന്നത്? അന്ന് രാത്രി അല്ലെ അദ്ദേഹം നല്ല രീതിയിലുള്ള ഒരു ഉറക്കവും അദ്ദേഹത്തിന് കിട്ടുന്നുണ്ട് എന്നുള്ള. കാരണം എന്താ, അദ്ദേഹം പകല് മൊത്തം അദ്ദേഹത്തിന് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ അദ്ദേഹം ചെയ്യുന്നുണ്ട്, എന്നിട്ട് രാത്രി നല്ലൊരു ഉറക്കും അദ്ദേഹം ചെയ്യുന്നു എന്നുള്ള. സോ the poet wants us to understand that just like the blacksmith, we must keep going in life, shaping our own destinies at the flaming forge with action and thought. അപ്പൊ ഇവിടെ എന്താ പോയിട്ട് നമ്മളോട് പറയുന്നതെന്ന് അറിയോ? ഇവിടെ എങ്ങനെയാണോ ഇവിടെ ബ്ലാക്ക് സ്മിത്ത് അദ്ദേഹത്തിന്റെ ഈ ലൈഫ് ശരിക്കും ഷേപ്പ് ചെയ്യുന്നത്, അപ്പൊ അതേപോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യണമെന്ന് അറിയോ? ഇതെന്താണ്, ഈ ലോകം എന്ന് പറഞ്ഞാൽ എന്താണ്, നമുക്ക് കിട്ടിയ ഒരു ഓപ്പർച്യൂണിറ്റി ആണ് അല്ലെ. അപ്പൊ ഇവിടുന്ന് ശരിക്കും നമ്മുടെ നല്ല ആക്ഷൻ, നമ്മുടെ നല്ല പ്രവൃത്തികളായിട്ട്, നല്ല തോട്ട്സ്, ചിന്തകൾ വെച്ചിട്ട് നമ്മുടെ ലൈഫ് നമ്മൾ എന്ത് ചെയ്യണം? ഷേപ്പ് ചെയ്യണം എന്നുള്ളതാണ് പോയിട്ട് നമ്മളോട് പറയുന്ന കാര്യം എന്നുള്ളതാണ് കേട്ടോ. ഇവിടെ ബ്ലാക്ക് സ്മിത്ത് അദ്ദേഹം കുറെ കാര്യങ്ങൾ ഷേപ്പ് ചെയ്യുന്നുണ്ടല്ലേ, അവിടുന്ന് കൊല്ലപ്പണി ബ്ലാക്ക് സ്മിത്ത് ആണ്. സോ അങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. പക്ഷെ അതേപോലെ ഈ ഒരു വേൾഡിൽ വെച്ചിട്ട് നമ്മൾ നമ്മുടെ ആക്ഷനും അതേപോലെ തന്നെ തോട്ടൊക്കെ നന്നാക്കിയിട്ട് നമ്മുടെ ലൈഫ് നമ്മൾ ഷേപ്പ് ചെയ്യണം, നല്ലൊരു ലൈഫ് ആക്കണം എന്നുള്ള. ഓക്കെ, സോ ദ പോം ഈസ് ഫുൾ ഓഫ് വിവിഡ് ഇമേജസ്. ഈ ഒരു പോയത്തിൽ ഒരുപാട് ഇമേജസ് പോയിട്ട് യൂസ് ചെയ്തിട്ടുണ്ട്. എന്തൊക്കെയാണ് നോക്ക്. ഫ്രം ദ വില്ലേജ് സ്മിതി ടു ദ ചെസ്നട്ട് ട്രീ അല്ലെ, ആ വില്ലേജ് സ്മിതിനെ പറ്റി പറയുന്നുണ്ട്, അത് നമുക്ക് കാണാൻ പറ്റുന്ന ഒരു ഇമേജറി ആണ്. അതേപോലെ തന്നെ ചെസ്നട്ട് ട്രീനെ പറ്റി പറയുന്നുണ്ട്, അത് എന്താണ്, നമുക്ക് കാണാൻ പറ്റുന്ന കാര്യത്തെ പറ്റിയിട്ടാണ് അവിടെ പോയിട്ട് പറയുന്നത് അല്ലെ. അപ്പൊ അതും എന്താണ്, വിഷ്വൽ ഇമേജറി ആണ്. ഇവിടെ നോക്ക്, ദ ബ്ലാക്ക് സ്മിത്ത് സ്ട്രോങ് ഹാൻഡ്സിനെ പറ്റി പറയുന്നുണ്ട് അല്ലെ. ബ്ലാക്ക് സ്മിത്തിന്റെ നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഹാൻഡ്സ് നമുക്ക് കാണാൻ പറ്റുന്ന കാര്യമാണ്. ആൻഡ് ദ സൗണ്ട് ഓഫ് ദ ബെല്ലോസിന്റെ സൗണ്ട്, അത് കാണാൻ പറ്റുന്ന കാര്യമാണോ? നോ, അത് നമുക്ക് കേൾക്കാൻ പറ്റുന്ന കാര്യമല്ലേ, സൗണ്ട് അല്ലേ. ഓക്കെ, സോ സൗണ്ട് ആയതുകൊണ്ട് തന്നെ ഇത് ഏത് ഇമേജറിയാ? അത് ഓഡിറ്ററി ഇമേജറി ആണ് കേട്ടോ. സോ ഇവിടെ നോക്ക്, സ്ലഡ്ജിന്റെ കാര്യം സൗണ്ട് ഇവിടെ പറയുന്നുണ്ട്, അപ്പൊ അതൊക്കെ ഓഡിറ്ററി ഇമേജറിയാ. ദെൻ ഇവിടെ നോക്ക്, ലോങ് ഫെലോ also uses alliteration യൂസ് ചെയ്യുന്നുണ്ട്, then simile യൂസ് ചെയ്യുന്നുണ്ട്. എന്തിനാണ്? to paint a clear picture of the blacksmith life and work. തന്റെ അല്ലെ ബ്ലാക്ക്സ്മിത്തിന്റെ ലൈഫ് വർക്ക് ഒക്കെ നമ്മളുടെ മുന്നിൽ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് പോയിറ്റ് യൂസസ് some alliteration, some simile, ഇങ്ങനെയുള്ള ഫിഗേഴ്സ് ഓഫ് സ്പീച്ച് ഒക്കെ പോയിറ്റ് യൂസ് ചെയ്യുന്നുണ്ട്. സോ ത്രൂ ദിസ് ബ്ലാക്ക്സ്മിത്ത് സ്റ്റോറി, അങ്ങനെ ഈ ഒരു ബ്ലാക്ക്സ്മിത്തിന്റെ സ്റ്റോറിയിലൂടെ ലോങ്ഫെലോ encourages us to stay persistent. എന്താണ് ലോങ്ഫെലോ നമ്മളോട് പറയുന്നത് അല്ലെ? എന്തിനാണ് നമ്മളോട് എൻകറേജ് ചെയ്യുന്നത്? ടു സ്റ്റേ പെർസിസ്റ്റന്റ് ആവുക എന്ന് പറഞ്ഞാൽ എന്താടാ? പെർസിസ്റ്റന്റ് ആവുക എന്ന് പറഞ്ഞാൽ നമ്മൾ എപ്പോഴും സ്ഥിരോത്സാഹം, അതായത് കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ ആ ഇൻട്രസ്റ്റോട് കൂടിയിട്ട് നമ്മൾ നിൽക്കുന്നതിനാണ് പെർസിസ്റ്റന്റ് എന്ന് പറയാം. അപ്പൊ അതിൽ നമ്മൾ നിൽക്കണം, നമ്മൾ ഒരിക്കലും ഗിവ് അപ്പ് ചെയ്യരുത്, നമ്മൾ തോറ്റ് പിന്മാറി പോകരുത്. നമുക്ക് ഒരുപാട് ചാലഞ്ചസ് ഉണ്ടാവും, പ്രതിസന്ധികൾ ഉണ്ടാവും, പക്ഷേ യു ഹാവ് ടു സ്റ്റേ പെർസിസ്റ്റന്റ്. നല്ല രീതിയിൽ പെർസിസ്റ്റന്റ് ആയിട്ട് നമ്മൾ നിൽക്കണം എന്നുള്ളതാണ് പറയുന്നത്. നോ മാറ്റർ വാട്ട് ലൈഫ് ത്രൂസ് അവർ വേ അല്ലെ. ജീവിതം നമ്മളുടെ ആ ഒരു വഴിയിൽ എന്തൊക്കെയാണ് സംഭവിക്കുന്നത്, എന്തൊക്കെയാണ് തരുന്നത് എന്നുള്ളതൊന്നും മാറ്റർ അല്ല. He reminds us that everyone faces struggle. എല്ലാ ആളുകളും എന്തെയും സ്ട്രഗിൾ ഫേസ് ചെയ്യുന്നുണ്ട് അല്ലെ. എല്ലാ ആളുകൾക്കും പ്രതിസന്ധികൾ ഉണ്ടടാ. And it's up to us to shape our own life. നമ്മളാണ് എന്ത് ചെയ്യേണ്ടത്? നമ്മുടെ ജീവിതം ഷേപ്പ് ചെയ്യേണ്ടത് എന്നുള്ളതാണ്. ഓക്കെ, നിങ്ങൾക്കൊക്കെ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവും. നിങ്ങൾക്ക് ഇപ്പൊ കളിക്കാൻ പോകേണ്ടി വരും, ചിലപ്പോൾ ഉറങ്ങാൻ പോകേണ്ടി വരും, ചിലപ്പോൾ ഫുഡ് കഴിക്കാൻ പോകേണ്ടി വരും, അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ ഉണ്ടാവും അല്ലെ. പക്ഷേ അങ്ങനെയുള്ള സ്ട്രഗിൾസ് ഒക്കെ ഉണ്ടെങ്കിലും ഇന്നത്തെ ഈ ലൈവ് കേട്ടിട്ട് അല്ലെ എന്തെങ്കിലുമൊക്കെ ഈ ഒരു ചാപ്റ്റേഴ്സിനെ പറ്റിയിട്ട് നല്ല ധാരണ ഉണ്ടാക്കുക എന്നുള്ളത് നിങ്ങൾ ഷേപ്പ് ചെയ്യേണ്ട കാര്യമാണ് എന്നുള്ളത് അല്ലെ. നിങ്ങൾക്ക് നല്ല മാർക്ക് കിട്ടണോ? അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടതായിട്ടുള്ള കാര്യമാണ്. ഓക്കെ, അപ്പൊ അങ്ങനെയുള്ള രീതിയിലാണ് പോയിന്റ് നമ്മളോട് ഇവിടെ
ഇവിടെ പറയുന്നത് എന്നുള്ളതാണ് ട്ടോ. Okay, so now we are discussing figures of speech. So ഈ ഒരു പോയത്തിൽ യൂസ് ചെയ്യുന്ന വിഷ്വൽ ഇമാജറി ഉണ്ട്. സോ വിഷ്വൽ ഇമാജറി എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഏതെങ്കിലും ഒക്കെ ലൈനിൽ നമുക്ക് സെൻസറി എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്ന വല്ല കാര്യം പോയിട്ട് പറയുന്നുണ്ടോ, അങ്ങനെയാണെങ്കിൽ അതെന്തിന്റെ എക്സാമ്പിൾ ആണ്? യെസ് ഷുവർ അല്ലെ, എന്തിന്റെ എക്സാമ്പിൾ ആണ് അത് ഇമേജറിക്ക് എക്സാമ്പിൾ ആണ്. സോ ഇമേജറി എത്ര ടൈപ്സ് ഉണ്ട്? ഡിഫറെന്റ് ടൈപ്സ് അല്ലേ. നമുക്ക് എത്ര സെൻസറി എക്സ്പീരിയൻസ് ഉണ്ട് എന്നുള്ള രീതിയിൽ അല്ലെ. നമുക്ക് ടാഞ്ചബിൾ ആയിട്ടുള്ള കാര്യമുണ്ട്, നമുക്ക് കേൾക്കുന്ന അല്ലെ ഓഡിറ്ററി ആയിട്ടുള്ള കാര്യമുണ്ട്, വിഷ്വൽ ആയിട്ടുള്ള കാര്യങ്ങളുണ്ട്, പിന്നെ അതേപോലെ തന്നെ സ്മെൽ ചെയ്യാൻ പറ്റുന്ന അല്ലെ ഓൾ ഫാക്ടറി ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ ഇതിൽ ഏതാണോ വരുന്നത് അത് നമ്മൾ എഴുതുക എന്നുള്ള. സോ വിഷ്വൽ ഇമേജറി എന്ന് പറയുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്ന കാര്യത്തെ പറ്റി പോയിട്ട് പറയുന്നതാണെങ്കിൽ, സോ ഇതൊക്കെ നമുക്ക് കാണാൻ പറ്റുന്ന കാര്യം. വില്ലേജ് സ്മിതി, ദെൻ ചെസ്നട്ട് ട്രീ, ദെൻ അതേപോലെ തന്നെ അതിന്റെ ആ സ്ട്രോങ് ആയിട്ടുള്ള ഹാൻഡ്സ്, then his brawny arms, then children coming from school അല്ലെ, അത് നമുക്ക് കാണാൻ പറ്റുന്ന കാര്യമല്ലേ. യെസ്, ഫ്ലേമിംഗ് ഫോർജ്, കത്തുന്ന ഫോർജ്, then burning sparks that fly അല്ലെ, പറക്കുന്ന ആ burning sparks, തീപ്പൊരി നമുക്ക് കാണാൻ പറ്റുന്ന കാര്യം. chaff from a threshing floor, എന്താണ് ചാഫ് അല്ലേ, ഇങ്ങനെ ത്രഷ് ചെയ്യുന്ന സമയത്ത് അതിൽ നിന്ന് എന്ത് വരും? ചാഫ് ഇങ്ങനെ വരും. അപ്പൊ അതൊക്കെ നമുക്ക് കാണാൻ പറ്റുന്ന കാര്യമാണ്. സോ ഇതൊക്കെ എന്തിന് എക്സാമ്പിൾ ആണ്? വിഷ്വൽ ഇമാജറിക്ക് എക്സാമ്പിൾ ആണ്. ഓക്കെ, സോ ഇത് നിങ്ങളൊന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കണം, ഒന്ന് നിങ്ങൾ ധാരണ ഉണ്ടാക്കി വെക്കണം. കാരണം എക്സാമിന് ഫിഗേഴ്സ് ഓഫ് സ്പീച്ചിനെ പറ്റിയിട്ട് ചോദ്യം ചോദിച്ചാൽ നിങ്ങൾക്ക് മാർക്ക് പോവാൻ പാടില്ല. ഓക്കെ, സോ നെക്സ്റ്റ് ഓഡിറ്ററി ഇമാജറി ആണ്. സോ ഓഡിറ്ററി ഇമാജറി എന്ന് പറയുമ്പോൾ എന്താണ്? നമുക്ക് കേൾക്കാൻ പറ്റുന്ന കാര്യം അല്ലെ. ഹിയർ ഹിസ് ബെലോസ് റോർ, ആ ബെലോ റോർ എന്ന ശബ്ദം കേൾക്കാൻ പറ്റും. യെസ്, സോ ഓഡിറ്ററി ഇമേജറി ആണ്. സെക്ഷൻ റിംഗിങ് ദ വില്ലേജ് ബെൽ അല്ലെ, ആ വില്ലേജ് ബെൽ റിംഗ് ചെയ്യുന്ന സൗണ്ട് അത് നമുക്ക് കാണാൻ പറ്റുന്നല്ല, കേൾക്കാൻ പറ്റുന്ന കാര്യത്തെ പറ്റിയിട്ടാണ് പറയുന്നത് അല്ലെ. then his daughter's voice ആണ്, കേൾക്കാൻ പറ്റുന്ന കാര്യം. അപ്പൊ അത് എന്താണ്? ഓഡിറ്ററി ഇമേജറി ആണ് എന്നുള്ളതാണ് കേട്ടോ. ഓക്കെ, then അടുത്തത് പേഴ്സോണിഫിക്കേഷൻ ആണ്. സോ പേഴ്സോണിഫിക്കേഷൻ എന്ന് പറയുമ്പോൾ എന്തായിരുന്നു? ഇനാനിമേറ്റ് ആയിട്ടുള്ള ഒബ്ജക്റ്റിന് നമ്മൾ ഒരു ഹ്യൂമൻ ബീങ്ങിന്റെ ക്വാളിറ്റി ആട്രിബ്യൂട്ട് ചെയ്ത് കൊടുക്കുന്നതിനാണ് അല്ലെ. സോ ഇവിടെ നോക്ക്, ബെലോസ് ബ്ലോ, ബെലോസ് റോർ എന്നൊക്കെ പറയുന്നുണ്ട് അല്ലെ. ബെലോ റോർ ചെയ്യാന്നൊക്കെ പറഞ്ഞു, ബെലോ ശരിക്കും റോർ ചെയ്യോ ഇല്ല, പക്ഷെ അതിന്റെ ആ ഒരു ശബ്ദത്തിനാണ് ഇവിടെ ഭയങ്കരമായിട്ട് ആട്രിബ്യൂട്ട് ചെയ്ത് കൊടുത്തേട്ടോ. സോ ഈ ഒരു ലൈൻ ഓർമ്മ വെച്ചോ, ഇങ്ങനെ ഒരു ലൈൻ തന്ന് വല്ല ചോദ്യം കണ്ടാൽ അത് ഏതാണടാ? അത് പേഴ്സോണിഫിക്കേഷൻ ആണ് എന്നുള്ളത് മനസ്സിലാക്കാം. The next, simile. Simile എന്ന് പറഞ്ഞാൽ എന്താണ്? When we compare two different things by using like or as അല്ലെ, രണ്ട് ഡിഫറെന്റ് ആയിട്ടുള്ള ഒബ്ജക്റ്റ്, രണ്ട് ഡിഫറെന്റ് ആയിട്ടുള്ള തിങ്സ് നമ്മൾ കമ്പയർ ചെയ്യാന്ന് വിചാരിച്ചോ, ബൈ യൂസിങ് like or as. like or as യൂസ് ചെയ്തിട്ട് അല്ലെ നമ്മൾ കമ്പയർ ചെയ്യുകയാണെങ്കിൽ അതെന്തിന്റെ എക്സാമ്പിൾ ആണ്? സിമിലിക്ക് എക്സാമ്പിൾ. സോ നോക്ക്, and the muscles of his brawny arms are strong as iron bands അല്ലെ. അവിടെ കമ്പാരിസൺ നടന്നു, അദ്ദേഹത്തിന്റെ മസിൽസിനെ അല്ലെ, അദ്ദേഹത്തിന്റെ സ്ട്രോങ് ആംസിനെ ഇവിടെ കമ്പയർ ചെയ്തിട്ടുണ്ട് അയൺ ബാൻഡ്സ് ആയിട്ട്. സോ ഹിയർ യു ക്യാൻ സീ as is there. then ഇവിടെ നോക്കൂ, his face is like the tan പോലെ ഉണ്ട്, like അല്ലെ. here you can see like. and the next one, like a section ringing the village bell. here you can see like is അല്ലെ, like is there, അവിടെ like കാണാൻ പറ്റുന്നുണ്ട്. then ഇവിടെ നോക്ക്, like chaff from a threshing floor. ഒരു എന്താണ് threshing floor എന്നല്ലേ, ചാഫ് പോരുന്നത് പോലെ എന്നുള്ളതാണ്. സോ ഇവിടെയും ലൈക്ക് കാണാൻ പറ്റുന്നുണ്ട്. ആൻഡ് ഇവിടെ നോക്ക്, ഇറ്റ് സൗണ്ട് ടു ഹിം ലൈക്ക് ഹർ മദേഴ്സ് വോയിസ് സിംഗിങ് ഇൻ പാരഡൈസ്. അത് ആ സ്വർഗത്തിൽ നിന്ന് അവളുടെ അല്ലെ അമ്മ പാടുന്നത് പോലെ ആ ഒരു സൗണ്ട് തോന്നുന്നു എന്നുള്ള. സോ ഇവിടെ പോലെ എന്നുള്ളത് അല്ലെ ലൈക്ക് കാണുന്നുണ്ട്. അപ്പൊ ഇവിടൊക്കെ കമ്പാരിസൺ ആണ് നടന്നത് അല്ലെ. എന്നിട്ട് ഇവിടെ എന്ത് കാണാൻ പറ്റുന്നുണ്ട്? ലൈക്കും മാഷും കാണാൻ പറ്റുന്നുണ്ട്. സോ അത് എന്തിന്റെ എക്സാമ്പിൾ ആടാ? അത് സിമിലിക്ക് എക്സാമ്പിൾ ആണ് എന്നുള്ള അല്ലെ. സോ സെറ്റ് അല്ലേ? ഓക്കെ, സോ ദ ലാസ്റ്റ് വൺ എന്താണ്? അലിട്രേഷൻ ആണ് എന്നുള്ള കേട്ടോ. അലിട്രേഷൻ ആണ്. ഓക്കെ, എടാ ഇത് കഴിഞ്ഞിട്ട് നേരെ ക്വസ്റ്റ്യൻ ഓഫ് ദ ഡേ ആണ് കേട്ടോ. അപ്പൊ ആ ഒരു ക്വസ്റ്റ്യൻ ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻ ആണ്. നിങ്ങൾ എന്ത് ചെയ്യണം? ആൻസേഴ്സും നിങ്ങളുടെ ക്ലാസ്സിനെ പറ്റിയിട്ടുള്ള കമന്റ്സ് ഒക്കെ നിങ്ങൾ അവിടെ അയക്കുന്ന ആളുകൾക്ക് എന്തുണ്ടാവും? കമന്റിൽ ഇടുന്ന ആളുകൾക്ക്, സെലക്ട് ചെയ്തിട്ടുള്ള ആളുകൾക്ക് നമ്മൾ എന്തായാലും ഒരു ഗിഫ്റ്റ് ഉണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? ആ ക്വസ്റ്റ്യൻ എന്താണ് എന്നുള്ളത് നിങ്ങൾ വെയിറ്റ് ചെയ്തോണ്ടിരിക്കണം എന്നുള്ള. ഓക്കെ, സോ നൗ വി ആർ ഡിസ്കസിങ് അബൌട്ട് അലിട്രേഷൻ. സോ വാട്ട്സ് അലിട്രേഷൻ? എന്താണ് അലിട്രേഷൻ എന്ന് പറഞ്ഞാൽ റിപ്പീറ്റേഷൻ ഓഫ് ഇനീഷ്യൽ കോൺസണന്റ് സൗണ്ട്. ഒരു വരിയിൽ ഒന്നിൽ കൂടുതൽ തവണ എന്തുണ്ടെങ്കിൽ കോൺസണന്റ് സൗണ്ട് വന്നിട്ടുണ്ടെങ്കിൽ. സോ ഇവിടെ നോക്കുക, ഹിസ് ബ്രോ ഇസ് വെറ്റ് വിത്ത് അല്ലെ, വ് സൗണ്ട് വന്നു. വീക്ക് ദെൻ വീക്ക്, ഇവിടെയും വ് സൗണ്ട് വന്നു. ഫ്ലേമിംഗ് ഫോർജ് അല്ലെ, യെസ് ഫു സൗണ്ട്. ദെൻ ഇവിടെ നോക്കുക, ഫ്രം ഫ്ലോർ. ദെൻ ഇവിടെ എന്താണ്? പാഴ്സൺ പ്രേ പ്രീച്ച്. then his hard hand he, ഇവിടെയൊക്കെ ഹ സൗണ്ട് വന്നിട്ടുണ്ട് അല്ലെ. സീസ് സം എന്ന് കണ്ടു, സി സൗണ്ട്. ഫ്ലേമിംഗ് ഫോർജ് ഫു സൗണ്ട് വന്നു. അപ്പൊ ഇവിടൊക്കെ എന്താ നമുക്ക് കാണാൻ പറ്റുന്നത്?
വേർഡ്സിന്റെ ഇനീഷ്യൽ ആദ്യത്തില് ഹിയർ യു ക്യാൻ സി എന്ത് കാണാൻ പറ്റുന്നുണ്ട്? കോൺസണന്റ് സൗണ്ടിന്റെ റിപ്പീറ്റേഷൻ കാണാൻ പറ്റുന്നുണ്ട്. സോ ദീസ് ഓൾ ആർ എക്സാമ്പിൾ ഫോർ എന്തിന്റെ എക്സാമ്പിൾ ആടാ? അലിട്രേഷന്റെ എക്സാമ്പിൾ ആണ് എന്നുള്ള അല്ലെ. അപ്പൊ ക്ലിയർ ആണല്ലോ, അലിട്രേഷൻ ക്ലിയർ ആയല്ലടാ. ഓക്കെ, സോ നമ്മുടെ ലാസ്റ്റിലേക്ക് നമ്മൾ കടക്കാണ്. ക്വസ്റ്റ്യൻ ഓഫ് ദ ഡേ കേട്ടോ. അപ്പൊ ഇന്നത്തെ ക്വസ്റ്റ്യൻ ഇതാണ്. നോക്ക്, എന്താണെടാ ചോദ്യം നോക്ക്. When Rosa Parks was arrested for refusing to yield her seat to a white man, what was she violating? അല്ലെ, റോസ പാർക്സ് അറസ്റ്റ് ചെയ്യപ്പെട്ടോ അല്ലെ? എന്തിനാണ് അറസ്റ്റ് ചെയ്യപ്പെട്ടതടാ? For refusing to yield her seat to a white man. White man തന്റെ സീറ്റ് കൊടുക്കാത്തതിൽ അല്ലെ, കൊടുക്കാൻ വേണ്ടിയിട്ട് ആളെന്ത് ചെയ്തില്ല? തയ്യാറായില്ല, റിഫ്യൂസ് ചെയ്തു എന്നുള്ള. അപ്പൊ അതിലെ റോസ പാർക്സ് അറസ്റ്റ് ചെയ്തു. സോ വാട്ട് വാസ് ഷീ വയലേറ്റിംഗ്? എന്താണ് അവിടെ റോസ പാർക്സ് വയലേറ്റ് ചെയ്തിട്ടുള്ളത് എന്നുള്ളതാണ് ചോദ്യം. സോ ഓപ്ഷൻ എന്തൊക്കെയുണ്ട്? സെഗ്രിഗേഷൻ, ഡിസോർഡർലി കണ്ടക്ട്, സ്റ്റീലിംഗ്, tobacco. These are the options അല്ലെ. അപ്പൊ ഇതാണ് ഓപ്ഷൻസ്. നിങ്ങൾ എന്ത് ചെയ്യണം? യെസ്, എന്തായാലും നിങ്ങൾക്ക് എല്ലാ ആളുകൾക്കും ചിലപ്പോൾ ഇതിന്റെ ഉത്തരം അറിയാൻ മതിയാവും അല്ലെ. അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യടാ? നിങ്ങൾ എന്തായാലും അതിന്റെ ആൻസേഴ്സ് നമ്മുടെ കമന്റ് ബോക്സിൽ നിങ്ങൾ എന്ത് ചെയ്യണം? യെസ്, നിങ്ങൾ കമന്റ് ചെയ്യണം. അത് മാത്രമല്ല നമ്മുടെ ക്ലാസ്സിനെ പറ്റിയിട്ടുള്ള അഭിപ്രായങ്ങളൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക? അവിടെ എഴുതിയിടുക എന്നുള്ള. എന്നിട്ട് അതിൽ സെലക്ട് ചെയ്യുന്ന ആളുകൾക്ക് യെസ് ഡെഫിനറ്റ്ലി നമ്മളൊരു ഗിഫ്റ്റ് വൗച്ചർ കൊടുക്കുന്നതായിരിക്കും. ഓക്കെ, സോ പ്രൈസ് ഉണ്ട്. അപ്പൊ എന്തായാലും നിങ്ങൾ എന്ത് ചെയ്യണം? ഇതിനുള്ള ആൻസർ അവിടെ കമന്റ് ചെയ്തിട്ട് തന്നെ പോവുക എന്നുള്ളത്. ഓക്കെ, സോ സെറ്റ് അല്ലടാ. ഇനി നന്നായിട്ട് പോയിട്ട് ഉറങ്ങിക്കുക കേട്ടോ. സോ അടുത്ത ചാപ്റ്റേഴ്സുമായിട്ട് നൈം സാർ വരും. അപ്പോൾ ക്രിസ്മസ് എക്സാമിന് വേണ്ടിയിട്ട് യൂണിറ്റ് 3 സെറ്റ് ആയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ആൻഡ് ഇനി ഇതിലെ ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് എന്ത് ചെയ്യും? കമ്മിങ് ലൈവിൽ നമ്മൾ ഡിസ്കസ് ചെയ്യും കേട്ടോ. ഇനി ഒരുപാട് ചോദ്യങ്ങളുടെ പൂരം വരാനുണ്ട്. സോ ആ ചോദ്യങ്ങളൊക്കെ നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യും. സോ നന്നായിട്ട് തന്നെ പഠിക്കുക, പാഠങ്ങളൊക്കെ മനസ്സിലാക്കുക, ആൻസേഴ്സ് എഴുതി തന്നെ പഠിക്കുക എന്നുള്ള. സോ വിഷ് യു ഓൾ ദ ബെസ്റ്റ്. അടിപൊളിയായിട്ടിരിക്കും മക്കളെ. ഓക്കെ, സോ ഗുഡ് നൈറ്റ്, താങ്ക് യു ഫോർ വാച്ചിങ്, ബൈ.